വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഗ് ടോക്സ്. എഴുതേക്ക് എന്താ ജോണേ മഹാദേവ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ബിഗ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭയങ്കരമായ പ്രകടനം ആദ്യം കാഴ്ചവെക്കേണ്ടി വന്നതിന്റെ കാരണം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇന്നത്തെ വിഷയം ഉറക്കമാണ്. ഇതൊരു പേ എപ്പിസോഡ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ഉറക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങി തൂങ്ങി ഉറക്കത്തെ പറ്റി സംസാരിക്കാം. വെൽക്കം ടു ബിഗ് ടോക്സ്. പറഞ്ഞല്ലേ അത് രണ്ടാമതൊരു ഇതിലാണ് എനിക്ക് ഒരു 3 എപ്പിസോഡ് ഞാൻ മാറി നിന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു സ്നേഹം വരണ്ടേ? ആൾക്കാർ മറക്കാനാ സാധ്യത എനിക്ക് തോന്നുന്നത്. ജോൺ പോയ ഞാനിത് എന്നും പറഞ്ഞ കാരണം അല്ലല്ല, നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു എല്ലാവരും മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ജോൺ പോയ എപ്പിസോഡുകളിലൊന്നും ആരും ജോണിനെ മിസ് ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ. അന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുള്ളിക്കാരി 3 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, 3 അക്കൗണ്ട് കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 6 ഫേക്ക് അക്കൗണ്ട് ഇത് കമന്റ് ഇടും. ജോൺ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉറക്കത്തെ പറ്റി സംസാരിച്ചു തുടങ്ങാം. ആദ്യം ഞാൻ ഉറക്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ജോലി റിസൈൻ ചെയ്തതും ഉഴപ്പുന്നതിൻ്റെയൊക്കെ റീസൺസിലൊന്ന് കൂടുതൽ സമയം ഉറങ്ങാൻ കൂടെ വേണ്ടിയാണ്. എനിക്ക് ജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തോന്നിയ കാര്യം രാവിലെ 8:30 ഓഫീസിലെത്തണം. 8 ആയിരുന്നു എൻ്റെ ഓഫീസ് ടൈം. 8:30 to 4:30 ആയിരുന്നു എൻ്റെ ഓഫീസ് ടൈം. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേക്കേണ്ടി വരും. ഓഫീസിൽ ചിലപ്പം കുറേ നേരത്തെ വർക്ക് കഴിഞ്ഞാൽ ഫ്രീ ആകുമായിരിക്കും, പക്ഷെ എന്നാൽ 8:30 വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഉറക്കം കുറച്ച് കൂളായിട്ടൊക്കെ നടക്കാനും കൂടെയാണ്. നമുക്ക് പല റീസൺസ്, എൻ്റെ ജോലി രാജിവെച്ചാൽ പല റീസൺസിൽ ഒന്ന് എനിക്ക് വൃത്തിക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേക്കേണ്ട ആവശ്യമില്ല, അത് കൂളായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇടസമയത്ത് ഉറങ്ങുന്നുണ്ട്, വൈകുന്നേരങ്ങളിൽ ഉറങ്ങുന്നുണ്ട്, രാത്രി ഉറങ്ങുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ അമ്മ എന്നെ അടിച്ചേട്ടാ നീ ഉറങ്ങാൻ വേണ്ടിയാണ് വീട്ടിൽ വരുന്നത്, നീ വല്ലാതെ കൂടുതൽ ഉറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഭയങ്കര പണിയാണ്, കൊച്ചി പോയി കഴിഞ്ഞാൽ ഭയങ്കര ജോലിയാണ്, അതുകൊണ്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നത് അമ്മ പാവം വിശ്വസിച്ചത്. എനിക്ക് ഈ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അതെൻ്റെ എനിക്കൊരു ഇപ്പോഴൊക്കെയാണ് നിങ്ങളുടെ കൂടെ കിടന്ന് ഇവിടേക്കൊക്കെ താമസം മാറുമ്പോഴാണ് എൻ്റെ ഈ ഉറക്കത്തിൻ്റെ ടൈം ഇങ്ങനെ ഷിഫ്റ്റ് ആയി തുടങ്ങുന്നത്. ഒരു 10 മണി എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമയമാണ്. 10 മണിക്ക് അപ്പുറം എഴുന്നേറ്റിരിക്കാന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയാലും നല്ല AC ഇതിൽ കയറിയ എന്ത് കിടിലും പടായാലും ഞാൻ ഉറങ്ങി തുടങ്ങും ഒരു 10:30 കഴിയുമ്പോൾ. നമ്മൾ 4 തവണ പറഞ്ഞ കാര്യം പറയാം. വിക്രം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും KGF കണ്ടപ്പോഴും ഉറങ്ങിയ ആളാണ് ജോൺ ജോ. എനിക്ക് അത്ര സമയത്ത് ഉറങ്ങണം. എനിക്കൊരു 6:30-7 മണിക്ക് എഴുന്നേക്കണം. അതൊരു എനിക്കറിയാൻ പാടില്ല, അതൊരു ശീലമാണ്. ഇപ്പം ഞാൻ റിൻഷാദ് ഒരു സ്ഥലത്താണല്ലോ, ഞങ്ങളൊരു റൂമിലാണ്. അപ്പം ഞാൻ എഴുന്നേക്കും, റിൻഷാദിനെ വിളിക്കും, റിൻഷാ എഴുന്നേക്കും, റിൻഷാ ചായ. ഇപ്പം റിൻഷാദിൻ്റെ ടൈം 7 മണിയുണ്ട്. ഞങ്ങൾ കാലത്ത് 7 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് ചായ കുടിക്കും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് നല്ല ശീലമായിട്ട് പണ്ടേ നമ്മളെ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ കൂടുതൽ നിങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പം അങ്ങനെ ഞാൻ എന്നോ ഒരു ദിവസം പണ്ട് പറഞ്ഞിട്ടുണ്ട് ജോൺ ചേട്ടൻ ഇതുപോലെ നമ്മൾ ആദ്യമൊക്കെ ഒരുമിച്ചൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ പറ്റിയായിരിക്കുമല്ലോ അവിടെ സംസാരിക്കുന്നത്, പറയൂല്ലോ ഇങ്ങനെയുള്ള ശീലങ്ങളാണ് ഓരോരുത്തർക്ക് ആസാനങ്ങൾ പറയുമ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോൺ ചേട്ടൻ ഇതുപോലെ നേരത്തെ കൂടെ തുറങ്ങും, എന്നിട്ട് രാവിലെ എഴുതേക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും അതാണ് നല്ലത്. അപ്പം ഞാനിതിന് നേരെ ഫ്ലിപ്പാണല്ലോ. അപ്പോൾ ഉറങ്ങുന്നത് ഞാൻ പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ഇവനെ കാണും. ഇവൻ എഴുന്നേറ്റിരിക്കുന്നത് ഉറങ്ങിയിട്ടില്ല. ഇവൻ 5 മണിക്ക് 6 മണിക്കൊക്കെ ഉറങ്ങണേ കാലത്ത്. അതിന് സുഖം അല്ല, എനിക്ക് അത്ര നേരം എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത. ഞാനിതൊരു ക്വാളിറ്റി ആയിട്ട് ഒരു ഇതായിട്ട് പറയല്ല, എനിക്ക് ആ സമയം പറ്റില്ല. ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമിക്സ് ഒരു ഷിഫ്റ്റ് ഒരാള്. അച്ഛൻ എന്നിട്ട് എന്റെ ഏതൊരു പോയിന്റ് ഉപദേശിച്ചിട്ടുണ്ട്, ജോണൊക്കെ ഒന്നുമില്ല പുള്ളി സമയത്ത് രാവിലെ എഴുന്നേക്കും. ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കും പുള്ളി ജീവിതത്തിൽ കുറച്ചുകൂടി തള്ളെന്നുള്ളത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം കേട്ടാ, എനിക്ക് അന്ന് മനസ്സിലായി ഇതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ഗുണമില്ല. പക്ഷെ ആ സമയം ഭയങ്കര രസമാണ്. മോർണിംഗ് ശരിക്കും 5 മണി എന്നൊക്കെ പറയുന്ന സമയം നമ്മൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിട്ട് വലിയ കഥയൊന്നുമില്ല. അതായത് ഉള്ള ഉറക്കം ബാക്കി വെച്ചിട്ട് എഴുന്നേറ്റിട്ട് എനിക്ക് യാതൊരു ഇതൊന്നും തോന്നില്ല. അങ്ങനെ പണ്ട് എഴുന്നേൽപ്പിക്കലൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 6 മണിക്കൊക്കെ ഓണായിട്ട് ഇരിക്കണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ
വേറെ ഒരു നല്ല രസമുള്ളൊരു സംഭവം. അതുപോലെ തന്നെ പിന്നെ ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ തൊഴിൽരഹിതൻ്റെ ആയിരുന്നല്ലോ ജീവിതകാലത്ത് ഭൂരിഭാഗം സമയത്ത്. അപ്പോൾ ഒരു ഉച്ചയുറക്കം എന്ന് പറഞ്ഞ സാധനം ഒരു ഇടയ്ക്ക് ഒന്ന് ശീലമായി. പണ്ടൊക്കെ കോളേജ് ടൈമിൽ ആ സമയത്തൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങാന്ന് പറയുന്നത് തന്നെ ആ ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേക്കുമ്പോൾ വായിൽ വെള്ളം തെളിയണ പോലെയോ എന്തൊരു വൃത്തിയായിട്ടൊരു ചുമയൊക്കെ വരും. പക്ഷെ ഉച്ചയുറക്കം ശീലമാക്കിയൊരു സമയത്തുണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് ഉറക്കം, ഏറ്റവും ക്വാളിറ്റി ഉറക്കം. എന്നെ ഈ രാത്രിത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ചാടി എഴുന്നേക്കും. പക്ഷെ ഈ ഉച്ചയുറക്കം ഒരു 2 മണി 1 മണി ആ സമയത്തൊരു ഉറക്കം ഉറങ്ങിയിട്ട് നീ കുറച്ചുകൂടെ ഞാൻ പറയാം, നീ വേറൊരു സജഷൻ തരാം. ഒരു 12 മണി സമയത്ത് ലഞ്ച് കഴിക്കാതെ കിടന്ന് ലഞ്ച് കഴിക്കാതെ എന്ന് പറഞ്ഞു ഒരു 2 മണിക്കൂർ, അത് ഏറ്റവും ബെസ്റ്റ് ഉറക്കമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ 12 noon 12 അതിനുശേഷം ഒരു 1-2 മണിക്കൂർ ലഞ്ച് കഴിക്കാതെ കിടന്നുറങ്ങുന്നതാണ് ബെസ്റ്റ് സ്ലീപ്പ്. നമ്മൾ ഈ 3 AM ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല. അത് പിന്നെ കിട്ടുന്നൊരു ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 12 to 2. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ചോറുണ്ടിട്ട് ആക്റ്റീവായിട്ട് വർക്കിന് പോയാലും. ഒരു കേസ് പറയട്ടെ, നിങ്ങളിതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കോ. നമ്മളിങ്ങനെ പകല് വരെ ഉറങ്ങാതിരുന്നിട്ട് എല്ലാ കിളിയും പോയി ലാസ്റ്റ് ഉറങ്ങിയില്ലെങ്കിൽ വയ്യ ഇനി എന്ന് തോന്നുന്ന പോയില്ല ഞാൻ അവിടെ കിടക്കുന്നത്. കാരണം എനിക്ക് കട്ടിലേ കിടന്നിട്ട് ഉറക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഉറക്കം വന്നിട്ട് കിടക്കണം. അപ്പൊ കിടന്ന സ്പോട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് ആ ചിന്ത ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ചിന്തിക്കിയിരുന്നു. അപ്പം ഞാൻ ഓർക്കും എന്നാൽ പിന്നെ സെറ്റ് എഴുതാം എന്ന് വിചാരിച്ചിട്ട് എഴുതായിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അതാണ് ഏറ്റവും ഒരു ഭയങ്കര രസകരമായൊരു സാധനം. പഠിക്കാൻ പുസ്തകം എടുക്കുക, ഉറക്കം വരില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി ഒരു പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങുക. 2ാമത്തെ പേജിൽ പണിയെടുക്കാൻ നോക്കിയാൽ അപ്പോൾ ഉറക്കം വരും. കണ്ട സിക്ക ലിറ്റോക്സിനൊരു പണിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വെറുതെ സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കോ, നമ്മളതൊക്കെ ഇത് പാഷനായിട്ടാണ്. നമുക്ക് ഉറക്കം വരില്ല. എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ കിടക്കുമ്പോൾ ഈ പറഞ്ഞ ഞാനതുകൊണ്ട് വെറുതെ കിടന്ന് അങ്ങനെ ചിന്തിക്കുന്നത് വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ വെളുപ്പിന് വരെയായി തീരെ വയ്യാതാകുമ്പോഴാണ് ഉറങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങും. പിന്നെ എനിക്കൊരു ബോധവും ഇല്ല ഈ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉറങ്ങി മതിയായി സെറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാം ഞാൻ കഴിഞ്ഞ 12 മണിക്കൂർ ഭയങ്കര സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ എനർജി എനിക്ക് അടുത്ത ദിവസം രാവിലെ വരെയും കിട്ടും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനതുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഞാൻ ശരിക്കും ഇതിപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ ഓക്കെയാ. പൃഥ്വിരാജ് പറയാറുണ്ട് പുള്ളി വർക്ക് തീരുമ്പോഴാണ് കിടക്കുന്നത്. എന്നിട്ട് ചിലപ്പം രാവിലെ ലേറ്റ് ആയിട്ട് പൃഥ്വിരാജ് വർക്കിന് പോകാൻ എഴുന്നേക്കും. അല്ല പുള്ളി രാവിലെ 9-10 എഴുന്നേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം അല്ല അങ്ങനെയാണെങ്കിൽ എ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയം പുലർച്ചെ 3 മണി. ഞാനതുകൊണ്ട് അപ്പോൾ ഉണർന്നിരിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പഠിക്കുന്നത് ആ സമയത്തായിരുന്നു. നീ എന്നിട്ട് പരീക്ഷ എഴുതിയായിരുന്നോ? എഴുതും. അതല്ല ഞാൻ പറഞ്ഞത് ഉറങ്ങും ആ സമയത്ത് വേണമെങ്കിൽ. പരീക്ഷ ഉള്ളപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെളുപ്പിന് ഒരു 3 മണി 4 മണി വരെ പഠിക്കും. എന്നിട്ടൊരു 1 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം ഉറങ്ങും. ഒരു പവർ നാപ്പ് എടുത്തിട്ട് പിന്നെ വീണ്ടും 6 മണിക്ക് എഴുന്നേൽക്കും. കിളി പോയായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ എഴുന്നേറ്റ ഉടനെ ഒരു കാപ്പി ഇട്ട് കുടിക്കും. പോണോ പിന്നെ നമുക്കറിയാലോ. അതെൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ ആ ഒരു സഹിക്കാനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഉച്ച കൊണ്ട് ഈ സാധനം തീരും, അതുവരെ നമുക്കൊന്ന് പിടിച്ചു നിന്നാൽ മതി എന്നുള്ളൊരു ഒറ്റ സാധനത്തിൽ പിന്നെ ഇരുന്ന് പഠിക്കും. കാരണം പഠിക്കാതെ പോയിരിക്കുന്ന അടുത്ത പ്രശ്നമാണ്, പറ്റൂല. അങ്ങനെ ചെയ്യാനൊരു എനിക്കങ്ങനെ പഠിക്കാത്തൊരു പരീക്ഷ പോലെ എനിക്ക് ഭയങ്കര നമ്മളെ തന്നെ ആ 2 മണിക്കൂർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ഇത് ആ ഒരു അവസ്ഥ ഞാൻ എത്തിക്കൂല. അപ്പം അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാറുള്ളൂ. എന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഇതുപോലെ കിടന്നുറങ്ങും, ബോധമില്ല. എന്നിട്ട് രാത്രി എഴുതിക്കും, പിന്നെയും പഠിക്കും അടുത്ത ദിവസത്തേക്ക്. പക്ഷേ സ്ലീപ്പ് സൈക്കിൾ അങ്ങനെ മാറിയ കുഴപ്പമുണ്ടോ ശരിക്കും? ഇത് ആവശ്യത്തിന് നമുക്ക് ഉറങ്ങാം. എന്നെ വീട്ടുകാരാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരുക്കി തന്നത്. അതായത് ഇവർക്കറിയാം ഞാൻ ഇരിക്കുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരതിനൊന്നും പറയാറില്ല. ഇപ്പം വീട്ടിൽ പറഞ്ഞ പോലെ ചേച്ചി അത്ര ഉറങ്ങാൻ സമ്മതിക്കാറില്ല. പക്ഷെ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഇപ്പോഴും ഉറക്കത്തിന് വേണ്ടി വാദിക്കാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയോടും പറയാറുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിലും ഞാൻ ഇപ്പം എൻ്റെ പാർട്ട്ണർക്കും ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതിയെന്ന്. കാരണം അങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റ് കുളിക്കണം എന്നുള്ളൊരു പരിപാടിയൊന്നും എനിക്കത് വലിയ കുളിക്കുന്ന ബേസിക് കാര്യമാണ്. പക്ഷെ ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ട് മറ്റേ അല്ലെ അടുക്കള കയറുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കൊരു ഇതായിട്ട് തോന്നില്ല. ഈ പറഞ്ഞ പോലെ
ബേസിക്കലി ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് പിന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്ത് ജീവിതം. ഞാൻ ഏറ്റത് ഈ ആസ്വദിച്ചെന്ന് പറയുന്നത് ഈ പറഞ്ഞ സമയത്താണ്. അതായത് മുമ്പിൽ തെറ്റിയിരിക്കുകയാണെന്ന് എനിക്കറിയാം, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല ലൈഫിൽ. ആ സമയത്ത് ഞാൻ ആലോചിക്കുക, പക്ഷെ എനിക്ക് ടെൻഷനില്ല ജീവിതത്തിനെ പറ്റി. അതിന് ഞാൻ നോക്കുമ്പോൾ എന്തൊരു അടിപൊളി ലൈഫാണ്. അപ്പം എൻ്റെ ജീവിതം ആ സമയത്ത് ചായേനെ ആസ്പദമാക്കിയിട്ടാണ്. ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് രാവിലെ എന്നിട്ടിട്ട് ചായ കുടിക്കണം. എന്നിട്ട് ഞാൻ ഈ കിടന്നുറങ്ങുമ്പോൾ അപ്പം ആ സമയത്ത് ഈ 6 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്ത് ചായ ശീലമായി, എഴുന്നേൽക്കുമ്പോൾ ചായ കിട്ടണം. അപ്പം ഞാൻ ഈ ഉറക്കത്തിന് ഞാൻ ഒരു ഇതിൽ പിടിച്ചേക്കാം, ചായേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഉറക്കാം. അപ്പോൾ ഈ ഉറക്കം ഞാൻ ഉറങ്ങിയിട്ട് പകുതി എഴുന്നേറ്റുണ്ടാവും 6 മണിയിൽ. പക്ഷെ എൻ്റെ ചെവി ഭയങ്കര ഷാർപ്പായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അമ്മ പള്ളിയിൽ സ്ഥിരം പോവും. അമ്മ പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ അടുക്കളയിൽ പാത്രം അനങ്ങി തുടങ്ങുന്ന സൗണ്ട് കേൾക്കണം. അപ്പോഴാണ് പിന്നെ ഞാൻ എഴുന്നേക്കാം. അപ്പം ചായ റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഈ പാത്രം എന്ന് പറയുന്ന സാധനം, പാത്രം നമ്മുടെ അടുത്ത് അമ്മയുടെ മൂഡ് എങ്ങനെയാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പതുക്കെ ടിങ് ടുങ് ടങ് എന്നാണെങ്കിൽ ഓക്കെ കറക്റ്റാ, അമ്മ പ്രശ്നക്കാരിയല്ലെന്ന്. പക്ഷെ ഈ പാത്രം തന്നെ വളരെ വയലൻ്റ് ആയിട്ടാണ് അടുക്കളയിലാണ് എങ്ങനെയെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കെന്തോ ഒന്നില്ലെങ്കിൽ അപ്പം ചൊറിഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഈ ഉറക്കം അമ്മയ്ക്ക് ഇഷ്ടപ്പെടണില്ല. എന്നാലും നമ്മൾ എഴുന്നേക്കും. എന്നിട്ട് ആ ചായ അങ്ങോട്ട് കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വീണ്ടും ഒരു ചായ കുടിക്കും. പിന്നെ ഈ ഉച്ചയ്ക്ക് ഉറക്കം ഉറങ്ങും. ഉച്ചയ്ക്കലത്തെ ഉറക്കം പിന്നെ എഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയും, 3 മണിക്ക് പാല് കൊണ്ടുവരുന്ന ആൾ വരും. അയാൾ വരുമ്പോൾ ഒരു സൗണ്ട് മകളുണ്ട്. അപ്പം ഞാൻ പതുക്കെ അതും കേട്ടിട്ട് പാല് വന്നു, അടുത്ത ചായയുടെ ടൈമായി. ഇങ്ങനെയായിരുന്നു എഴുന്നേറ്റിരുന്നത്. ആ സമയത്ത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ഇവൻ തൊലഞ്ഞു പോലുള്ള, ഞാൻ നോക്കുമ്പോൾ ഏത് പണക്കാരന് ജീവിക്കാൻ പറ്റും ഇത്ര അടിപൊളിയായിട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത്. ഇത് മറ്റേ ജോഷ് ടോക്സിലേക്ക് കൊടുക്കേണ്ട സാധനമല്ലേ? ഉറങ്ങി ഉറങ്ങി ഒരു നിലയിലെത്തിയ മനുഷ്യനാണ്. നല്ല രസമായിരുന്നു ഉറക്കം എന്ന് പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള സാധനം. നമ്മളെന്തേലും എന്താ പറയണ്ടേ, കുറച്ച് വിഷമത്തിലൊക്കെയാണ് എന്ന് വെച്ചാൽ ഡിപ്രഷൻ എന്ന് വെറുതെ പറഞ്ഞ് വില കുറയ്ക്കണില്ല. പക്ഷെ ഏകദേശം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണെന്ന് വെച്ചു. അപ്പോഴും വേറൊന്നും ചെയ്യല്ല. എനിക്ക് ഏറ്റവും ഞാൻ അങ്ങനെ കുറച്ച് വിഷമത്തിലൊക്കെയാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂടില്ലാത്ത പരിപാടിയാണെങ്കിൽ ഉറങ്ങും, ഭയങ്കരമായിട്ട് ഉറങ്ങുന്നത്. അപ്പം ഉറങ്ങി എഴുന്നേൽക്കുമ്പം വേറൊരു ഫ്രഷ്, ഒരു റീസ്റ്റാർട്ട് അടിച്ച ഒരു ഫീൽ കിട്ടും. ചിലപ്പോൾ അതിൽ ഓക്കെ ആവും, ശരിയായില്ല പിന്നെ ആ വൈഫ് കൊണ്ട് കിടന്ന് കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെയും ഒന്നും ചെയ്യാത്തപ്പോൾ കട്ടിലെ തന്നെ കിടന്നുകൊണ്ടിരിക്കും വെറുതെ. അപ്പം കിടന്ന് അറിയാതെ ഉറങ്ങും. എഴുന്നേക്കുമ്പോൾ റീസ്റ്റാർട്ട്, പിന്നെ ചിലപ്പോൾ പിന്നെ ഉറങ്ങും. അങ്ങനെ ഈ പറഞ്ഞ ഉറക്കം അങ്ങനെ രസിക്കാറില്ലേ? ചില സമയത്ത് ഈ ഉറക്കം നമ്മളെ ആകെ ഇതാക്കി കളയും. ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് കിടക്കണേ, എവിടെ ഇപ്പൊ വീടിന്റെ വാതില്, എവിടെ ഇവിടുത്തെ പ്ലഗ് പോയിന്റ് ഒന്നും മനസ്സിലാവാത്തൊരു എഴുന്നേക്കലുണ്ട് ഏത് സ്ഥലത്ത്. അത് ചിലപ്പോ ഈ ചില സമയത്ത് ഈ ഉച്ചയ്ക്ക് കിടന്നുറങ്ങില്ലേ, ഞായറാഴ്ച ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോഴായിരിക്കും തിങ്കളാഴ്ച നേരം വെളുത്തു. ഇങ്ങനത്തെ കുറെ നമ്മളെ ട്വിസ്റ്റ് ചെയ്യുന്ന സാധന. സ്കൂളിൽ ഉറക്കം ഭയങ്കര കിളി സാധനല്ലേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഞായറാഴ്ച കിടന്നുറങ്ങി അറിയാതെ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകുന്ന നമ്മളാണ്. ഇന്ന് ഞായറാഴ്ച ഒരു ദിവസം ഉള്ളത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും, പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോകും. രാവിലെ തൊട്ടുള്ള തീർപ്പ് കാരണമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ വൈകുന്നേരം കേൾക്കുമ്പോൾ അമ്മ പറയും ഇതുപോലെ സംഭവം നേരം വെളുത്തതാ, അല്ലെങ്കിൽ പറഞ്ഞ ആ സന്ധ്യ ആവുന്ന ലൈറ്റ് ആയിരിക്കും. 6 മണി കറക്റ്റ് ക്ലോക്കേലും 6 മണി. ഇത് ഇരുട്ടാണോ നേരം വെളുത്താണോ മനസ്സിലാത്തില്ല. ഒരു ദിവസം അപ്പൊ പറയും ഇതുപോലെ എഴുതേക്ക് റെഡിയാവും സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത്. നമ്മളാകെ പടെ ശോകമായി പോകും. ഇന്നലെ അപ്പത്തൊട്ട് കിടന്നിട്ട് അവർക്ക് ഭയങ്കര എന്തോ വലിയ മിസ്റ്റീരിയസ് സാധനമല്ലേ. നമ്മൾ ഈ ലോകത്ത് നിന്ന് വേറെ അങ്ങോട്ടോ കൊണ്ടുപോകും. നമ്മൾ നേരത്തെ മരിച്ചു പോകുന്ന പോലെയാണ്. അല്ല ശരിക്കും നമ്മളൊന്ന് മരിച്ചിട്ട് ജനിച്ച് വരുന്ന, കാരണം പലപ്പോഴും നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടോ ഹാർട്ട് ബീറ്റ് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ വളരെ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ 1/3 മനുഷ്യൻ ഉറക്കമായിരിക്കില്ല. ഇന്ന് ആലോചിക്കുന്ന ഒരു ആവറേജ് 8 hours ആണ് പറയുന്നത് നമ്മൾ ഉറങ്ങണമെന്നൊക്കെ പറയുന്നത്. 6 to 8 hours ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ, അതിൻ്റെ 1/3 8 hours. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ 1/3 ഭാഗത്തിൽ കൂടുതൽ ഉറങ്ങുക. നമ്മളൊക്കെ പകുതി, സാധാരണക്കാരൻ 1/3, നമ്മൾ പകുതിയും ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എനിക്കൊന്ന് ജോലിയേക്കാളും നമ്മുടെ ഭക്ഷണത്തെക്കാളും സെക്സിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് ശരിക്കും. പക്ഷെ ഇതേ സംഭവം വേറൊരു സംഭവം ഉണ്ട്. എന്റെ ചില കൂട്ടുകാർക്ക് ഉറക്കം പോയവരുണ്ട്, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, ഇൻസോംനിയ. ഏകദേശം ആ പോയിന്റ് വർക്ക് ചെയ്ത് ജോലിയുടെ പ്രഷറില് ഉറങ്ങാൻ പറ്റാത്ത കൂട്ടുകാരുണ്ട്. നല്ല ശമ്പളം ഉണ്ട്, നല്ല ജോലി ഉണ്ട്, പക്ഷെ വൈകുന്നേരം ഉറങ്ങാൻ പറ്റണില്ല.
പക്ഷെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ട സാധനങ്ങളൊന്ന്. അല്ലെ, ഉറങ്ങാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ എന്താ, ഈ ഉറങ്ങി കിളി പോകുന്നത് പോലെ തന്നെ പ്രശ്നമാണ് ഉറങ്ങാതിരുന്ന കിളി പോകും. ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ ഇല്ലെങ്കിൽ നമുക്ക് കിളി പോകും. നിന്റെ കേസിൽ നീ ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റായി നിന്റെ ബോഡി സിങ്ക്രണൈസ്ഡ് ആയി. നമുക്ക് അല്ലെങ്കിൽ അമേരിക്കയിൽ പോയ സുഖമായിട്ട് ജീവിക്കാം, ജെറ്റ് ലാഗ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ആൾക്കാർക്ക് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ തോന്നി, അവർ ഉറങ്ങും, രാവിലെ എഴുന്നേറ്റ് ആക്റ്റീവ് ആയിരിക്കുന്നു. നീ ഓട്ടോമാറ്റിക്കലി തിരിച്ച് കുറെ നാളുകൊണ്ട് ശീലമായി. എഴുന്നേറ്റിരിക്കാനല്ലേ, നീ ബാറ്റ്മാനാണോ? അമ്പാടിയിലെ ബാറ്റ്മാൻ, കുട്ടനാടൻ ബാറ്റ്മാൻ. അല്ല, അവിടെയാണ് ഒരു ക്രൈം ഫൈറ്റ് ആണെങ്കിൽ ബസ് പോലും കിട്ടില്ല. നമ്മള് ബാറ്റ് മൊബൈലാണെങ്കിൽ വർഷാപ്പില്. അല്ല, ബീച്ച് ഓർ മൗണ്ടൻ എന്നൊക്കെ ചോദിക്കണ പോലെ ഡേ ഓർ നൈറ്റ് വെച്ച് എനിക്ക് നൈറ്റ് ആണ് ഇഷ്ടം. കാരണം കോഫി കോഫി ഇവിടെ വന്നിപ്പോ ടീ ആയിട്ടുണ്ട് റിൻഷാടെ കൂടി. അപ്പം നൈറ്റ് ടൈം ഭയങ്കര രസമുള്ള സമയം. നമ്മള് ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും അത്ര നല്ലതല്ലാത്തൊരു സമയമാണ് നൈറ്റ് ആയിട്ട് തോന്നിയില്ല. അതായത് നമ്മൾ കിടന്നുറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളത്. എപ്പോഴും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയം രാത്രി കിടക്കുന്ന സമയത്ത്. ഒരു നെഞ്ചത്തൊരു ഗ്യാസ് കയറി കഴിഞ്ഞാൽ അത് അറ്റാക്ക് ആയിരിക്കും എനിക്ക്. ഞാൻ മരിച്ചു പോണതിനെ പറ്റി എപ്പോഴും പേടിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ശ്വാസം മുട്ട് പോലെ എന്തെങ്കിലും ഒരു സാധനം തോന്നിക്കഴിഞ്ഞാൽ നേരം വെളുത്തെങ്കിന്നാ തോന്നണേ. നേരം വെളുത്ത ഈ അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര പൊട്ടയായിട്ട് ചിന്തിക്കില്ല. അതായത് എനിക്ക് രാത്രിനെ ഒരു ഇതുണ്ട്, പേടിയല്ല, എനിക്ക് രാത്രി പറഞ്ഞ തോട്ട്സ്. അതായത് എനിക്ക് രാത്രി പൊട്ട ന്യൂസ് കേൾക്കാൻ ഇഷ്ടമല്ല. എനിക്ക് രാത്രി പേടിയല്ല, മൂഡ് പോവും. പിന്നെ എനിക്കും ലൈഫിനെ പറ്റിയൊക്കെ വേറൊരു വൃത്തികെട്ട ചിന്തയൊക്കെ വരും, ഇത് ചത്തുപോണതിനെ പറ്റിയും എല്ലാം. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അതാ ഓരോരുത്തരുടെ ഇതിന്റെ ആയിരിക്കും. അല്ല, ഞാൻ പറഞ്ഞതാ, എനിക്ക് രാത്രിനോട്, എനിക്ക് പക്ഷെ പകല് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കാണാൻ നല്ല സമയങ്ങളൊന്ന് രാത്രിയാണ്. പ്ലസന്റ് കാലാവസ്ഥ എന്ന് നമുക്ക് തോന്നുന്നത് രാത്രിയാണ്. അല്ല, പുലർച്ചെയാണ്. 5 മണിക്ക് ഉള്ളത്ര പ്ലസന്റ് കാലാവസ്ഥ. ഞങ്ങൾക്ക് 7 മണി വരെ രാത്രിയാണ്. ഏതാ ഈ 5 ഞങ്ങളുടെ രാത്രിക്കകത്ത് വരുന്നതാ. പ്ലസന്റ് കാലാവസ്ഥ രാത്രിയാണ്. അതുപോലെ ആണെങ്കിൽ തിരക്കും ബഹളവും പൊടിയും കുറവാണെന്ന് നമുക്ക് തോന്നുക. കാരണം ആൾക്കാർ പുറത്തില്ല, അകത്താണല്ലോ. അപ്പോൾ ആ സമയത്ത് റോഡിൽ ഇറങ്ങാനാണെങ്കിലോ പുറത്തിറങ്ങാനാണെങ്കിലോ സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിലോ നടക്കാനാണെങ്കിലോ സിനിമ കാണാനാണെങ്കിലോ സെക്സ് ചെയ്യാനാണെങ്കിലോ ഭക്ഷണം കഴിക്കാനാണെങ്കിലോ ഒക്കെ ഒരു പ്രത്യേക വൈബും മൂഡും ഫീൽ ചെയ്യും രാത്രിയാണെന്നുണ്ടെങ്കിൽ. രാത്രി ഒരു കിടിലൻ സംഭവമാണ്. എന്നിട്ട് എല്ലാവരും ഈ രാത്രി ഉറക്കം ഒരു കിടിലൻ സംഭവമാണ്, രാത്രി ഒരു കിടിലൻ സംഭവമാണ്. അപ്പൊ ആൾക്കാർ രാത്രി കിടന്ന് ഉറങ്ങുക. നീ ഇത് രണ്ടും ആസ്വദിക്കേണ്ടത്, രാത്രി രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കത്തിന്. അതാണ് കിടിലൻ പോയിട്ടുണ്ട്. ഭയങ്കര ആസ്വാദനാണ്. നല്ല പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഉണർന്നിരിക്കുക, രാവിലെ കിടന്ന് ഉറങ്ങുക. സത്യം, പുറത്തിറങ്ങി എന്ത് സുഖം അറിയാം. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിലും എനിക്ക് രാത്രി, ഞാൻ ഇന്നലെ സുബ്രോട് സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകാൻ നിന്നപ്പോൾ എന്നോട് ഇപ്പം ഏത് കട എന്ന് വെച്ചാൽ എനിക്ക് രാത്രിയിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഓരോ ലെവലിലുള്ള എല്ലാ കടകളും അറിയാം, അല്ല ഏതൊക്കെ ഏരിയയിൽ എന്നൊക്കെ ഉണ്ടെന്നുള്ള എല്ലാം അറിയാം. റോഡിലൊരു മനുഷ്യനില്ല, നമുക്ക് സമാധാനമായിട്ട് ഇറങ്ങിപ്പോയി സമാധാനമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാം. ഭയങ്കര കിടുവാണ്. പകല് കൊച്ചിയിൽ ഇറങ്ങാൻ തോന്നുന്നു, ഭയങ്കര ബ്ലോക്കും തിരക്കും ചൂടും ട്രാഫിക്കും. അതിപ്പോൾ എൻ്റെ വീട്ടിലാണ്, എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നതും പൊതുവെ രാത്രി തന്നെയാണ് ഇഷ്ടം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ട്രാവൽ ഇപ്പൊ രാത്രി എല്ലാരും അത് വിചാരിച്ചിട്ടുണ്ട്. ഹൈവേയിൽ ഏറ്റവും ട്രാഫിക് ഉള്ളത് രാത്രിയാണ്. കുറച്ച് ഈ പറഞ്ഞ ലോറികളും ബസ്സുകളും ഒക്കെ കൂടുതലായിരിക്കും. നല്ല വെറൈറ്റി ആയിട്ട് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചിലരുണ്ട് ഈ സ്വിച്ച് ഇട്ട പോലെ എവിടെ കൊണ്ടുവരുത്തിയാലും ഉറങ്ങും. എനിക്ക് എന്റെ മുറിയിൽ വന്ന് കിടന്നുറങ്ങണ എന്റെ സുഖമൊന്നും വേറെ പോയി കിടന്നാലും ഹോം സിക്ക് പോലെ. എനിക്കിത് ബാത്റൂമിന്റെ കേസിൽ അങ്ങനെ ഉണ്ട്. ബാത്റൂം എങ്ങനെയാ, എനിക്ക് സ്വന്തം ബാത്റൂമിൽ പോയി ഇരുന്നാലും ഒരു സമാധാനം വരത്തുള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് അഡ്ജസ്റ്റഡ് ആവും, പക്ഷെ നീ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോഴും ഒരു ഡിഫറൻസ് മനസ്സിലാവില്ലേ? സ്വന്തം ബാത്റൂം അത് ഭയങ്കര രസമാണ്. എന്റെ ഒരു ഫ്രണ്ട് എവിടെ ഇരുന്നാലും ഉറങ്ങും. അവൻ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് ഉറങ്ങും. നീ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. അവൻ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഉറങ്ങും. അവനെ കൂടെ പുറകിൽ കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ലോങ് കൊണ്ടുപോകാൻ നമ്മൾ പേടിക്കണം. അവൻ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഉറങ്ങിക്കളയും. വീണിട്ടില്ല ഇതുവരെ, ഭാഗ്യത എന്തോ ഭാഗ്യം കൊണ്ട്. പക്ഷെ അവൻ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റുന്നത് വേറൊരു ലെവൽ സാധനമാണ്. എൻ്റെ ഒരു വീട്ടുകാരുണ്ട്, നമ്മൾ മാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ മാത്രം എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ വരും. മാംഗ്ലൂരിൽ നിന്ന് 2 ദിവസത്തേക്ക്, അതായത് വെള്ളിയാഴ്ച രാത്രി കയറി തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. എല്ലാ വീക്കെൻഡും. കാരണം അവൻ പിയാനോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് പിള്ളേരെ പഠിപ്പിക്കില്ല. അപ്പോൾ ശനി ഞായറും ക്ലാസ്സുകളുണ്ട് 2 സ്ഥലത്തായിട്ട്. അപ്പോൾ അവനത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി എല്ലാം. അപ്പോൾ ഞാൻ ആ വെള്ളിയാഴ്ച നമ്മൊന്നാമതൊരു കുറച്ച് ഗ്രാമത്തിലാണ്, അവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ വേണം റെയിൽവേ സ്റ്റേഷനിലോട്ട് വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഇവന് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അയ്യപ്പോൾ എല്ലാ ആഴ്ചയും പോകും. അപ്പം നമ്മൾ കാണുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കുമല്ലോ. ഞാനൊക്കെയാണല്ലോ
എങ്ങോട്ടേലും ഇടത്തോട്ട് മൂവ് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം എനിക്കും പറ്റില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലല്ലോ, ഇവിടെ വന്ന് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനും തോന്നുന്നില്ല. ഈ ബേസിക്കലി എന്തോ എല്ലാം കൂടെ ഇവിടെ അങ്ങ് ഓക്കെയാ പോകണ്ട. അപ്പം അത് കാരണം പക്ഷെ അവന് ഈ പറയുമ്പോൾ നമ്മളിരിക്കും ഉറക്ക പ്രശ്നം. അപ്പം അവൻ ട്രെയിനിൽ സുഖമായിട്ട് ഇരുന്നുറങ്ങും. അവന് ചാരിയില്ലേലും അങ്ങനെ ഇരുന്ന് സമാധിയാണെന്നു തോന്നുന്നു. അങ്ങനെ ഇരുന്നുറങ്ങില്ലേ? ഇരുന്നുറങ്ങും. അവന്റെ മരണം അങ്ങനെ അത് പറഞ്ഞ സമാധിയായിട്ട്. പിന്നെ കിടക്കണത് ഒരു പ്രത്യേക രീതിയില്ല, ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലായത് പാട്ട്. എനിക്ക് പുള്ളി ഇങ്ങനെ ഒരു പുള്ളിയുടെ ബോഡിയും ഈ പറഞ്ഞ ഭയങ്കര ലീന. അപ്പം പുള്ളി ഇങ്ങനെ കിടന്നാലൊരു പലകാക്കിൽ കട്ടിലെ കിടക്കുന്ന തോന്നുന്നു. കയ്യും ഒക്കെ കറക്റ്റ് ആ ഇതിൽ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കട്ടിലെ കിടക്കുകയാണ് ഇങ്ങനെ ഇരിക്കും. ബാക്കിലേക്ക് കൈ വെച്ച് കിടക്കുന്ന ഒരാൾ. അപ്പം ഇത് പറയാം. അപ്പം ഈ സാധനം ഞാൻ കോളേജിൽ നിന്നൊരു നമ്മൾ 2 വർഷം ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ അവൾ കഴിച്ച് കഴിഞ്ഞെന്തോ വർത്താനം പറഞ്ഞപ്പോഴത്തേക്കാണ് അച്ഛൻ്റെ ഒരു അമ്മാവനെ പറ്റി പറഞ്ഞു, അച്ഛൻ്റെ പേരപ്പനം കണ്ട് ഒരാളെ പറ്റി പറഞ്ഞ്. ആ പുള്ളിക്കാരൻ ഇതുപോലെ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അച്ഛനിങ്ങനെ ഇവർ ഭയങ്കര പഴയ ജോയിൻറ്റ് ഫാമിലി, അപ്പോൾ ചെറിയ വീടും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണ സ്ട്രഗിളൊക്കെ പറയും എപ്പോഴും. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പുള്ളി വന്നാൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു പരിപാടി കൈയും കാലും മുഖം കഴുകി വന്നിട്ട് ഇങ്ങനെ മുണ്ടക്കും കൊടുത്ത് എല്ലാം സെറ്റൊക്കെ ഇട്ട് ഒറ്റ കിടപ്പാ. അപ്പോൾ ഈ കമന്ന് കിടക്കുന്ന ഈ പരിപാടിയാ. ഈ കൈ ഇങ്ങനെ കൂടെ കാണും, കമന്നിങ്ങനെ കിടക്കും. കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കമന്ന് ഒരു സൈഡിലോട്ട് തലയും ചരിച്ച് ആ കിടപ്പ്, അതാ മറ്റവരും കിടക്കുന്ന കിടപ്പ്. അപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ ഇയാളുടെ ഇമേജ് മനസ്സിലുള്ളതുകൊണ്ട് അച്ഛനത് പറഞ്ഞ് ചിരി വരിക. പുള്ളി അങ്ങനെ ചെയ്യുന്ന കാണും, ഇങ്ങനെ കിടക്കും. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു പുള്ളിക്കാരന് ഹാർട്ടിന് നിന്നിട്ട് ബ്ലോക്ക് വന്നിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ടീഷൻ പറയുന്നത് കമന്ന് കിടക്കരുതാ. മനുഷ്യന്റെ ജീവിതം. ആ പുള്ളി പറഞ്ഞ പുള്ളിക്ക് ജീവിതത്തിൽ പുള്ളി ഇന്ന് വരെ അങ്ങനെ അല്ലാതെ കിടന്നിട്ടില്ല. പുള്ളിയുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറക്കം അതാണ്. അത് പുള്ളി നഷ്ടപ്പെട്ടു ജീവിതത്തിൽ. കാരണം പുള്ളി ഇപ്പം ഫോഴ്സ്ഫുള്ളി മലന്ന് കിടക്കണം, ഉറങ്ങാനേ പറ്റുണ്ടാവില്ല. പുള്ളി പറഞ്ഞു പുള്ളി ഈ ബ്ലോക്ക് വന്ന് സർജറി ചെയ്തതിൽ എല്ലാം പുള്ളിക്ക് ജീവിതത്തിൽ കിട്ടിയ അടി എന്ന് പറയണത് അതുകൊണ്ട് ഇത് പോയി എന്നുള്ളത്. ഉറക്കത്തിന്റെ സ്റ്റൈല് പോയി. നമ്മളോട് പണ്ട് തൊട്ടേ പറയും കമന്ന് കിടന്ന നെഞ്ച് കൂട് കെട്ടും, കമന്ന് കിടക്കാൻ പാടില്ല. അതിലെന്തൊരു കാര്യം. നമ്മൾ ഉറങ്ങുമ്പോൾ പല സ്റ്റൈലിൽ അറിയാതെ കിടന്നു പോകും. ഞാനിത് കുറേ നാളത്തോളം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഉറക്കം. ഇങ്ങനെ മരിച്ചിട്ട് നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഉറക്കത്തിൽ നമ്മൾ പല ഒഴിക്കും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതായത് കിടക്കണം എന്നാണ് പറയുന്നത്. കിടന്നാൽ എനിക്ക് സമാധാനം. അതായത് കാണുമ്പോ എന്റെ അമ്മ എന്റെ അടുത്ത് പറയുമ്പോ മരിക്കുന്ന കിടക്കണ പേടിയാണ് കിടക്കണ കാണുമ്പോ. എന്നിട്ട് ഞാൻ ഉറക്കത്തിൽ വായിക്കും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കിടന്ന് ഉറങ്ങണേ. അപ്പൊ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും എനിക്ക്. പിന്നെ ഈ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഉറക്കങ്ങൾ ഒരിക്കലും സുഖമായിരിക്കില്ല. ഒന്ന് ഈ ബസ്സിൽ സ്ലീപ്പറിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നീളമൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ചുരുണ്ട് കിടന്നെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കിടന്ന് എ സിയും കൂടി ആണെങ്കിൽ മുട്ടൊക്കെ വേനെടുത്ത് തുടങ്ങും ഇവിടെ എത്തുമ്പോഴേക്കും. അത് കഴിഞ്ഞ് അത്ര നേരം ഒരു 6 മണിക്കൂർ ആ ബസ്സിൽ കിടന്നുറങ്ങിയിട്ട് അതിൻ്റെ ക്ഷീണം പറഞ്ഞെങ്കിൽ വീണ്ടും വന്നിട്ട് ഒരു 3 മണിക്കൂർ കിടന്നുറങ്ങണം. മര്യാദയ്ക്ക് എനിക്ക് അതിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ട്രെയിനിൽ ട്രാവലൊക്കെ ഡിസ്റ്റർബ്ഡ് ഉറക്കമൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങണമെന്ന് എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു തവണ ഉറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ട്രാവലിനിടെ ഉറങ്ങണത് ഭയങ്കര ഒരു ബ്രില്യൻ പരിപാടിയാണ്, പെട്ടെന്ന് എത്തും. പക്ഷെ പറ്റില്ലത്. അപ്പൊ ഞാൻ ഇതുപോലെ ചെയ്യും, ഉറങ്ങാതെ വരും, എന്നിട്ട് കയറും, എന്നിട്ട് ഒറ്റ ഉറങ്ങും. വിളിക്കാരാൾ വേണം. കഴിഞ്ഞാൽ ഞാനുണ്ടായിരുന്നു. അല്ല നമ്മള് മിക്കവാറും പോകുമ്പം കാണും, അല്ല എൻഡിലായിരിക്കും ഇറങ്ങുന്നത് പരിപാടിക്ക്. അല്ല ഞാൻ പറയുന്ന ഇടയ്ക്ക് സ്കൂളിൽ ഈ പറഞ്ഞ പോലെ കിടന്നുറങ്ങുമ്പോ കൂട്ടുകാരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നതായിരിക്കും ആ കൂട്ടുകാരുടെ ഉറങ്ങുന്ന വീഡിയോ എടുത്ത് വെക്കും, ഫോട്ടോ എടുത്ത് വെക്കും. എല്ലാവരും കാണും കോമഡി ആയിരിക്കും. ഉറങ്ങുമ്പോ ആർക്കും ആറ്റിറ്റ്യൂഡ് പിടിക്കും. എഴുന്നേറ്റിരിക്കുമ്പോ നമുക്ക് പലതും പിടിക്കും. പെരേരൊക്കെ ഉറങ്ങുമ്പോ പിരിയം താഴുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ താഴ്ത്തിക്ക് വരില്ലോ അല്ലേ? ഉറങ്ങിയത് ഇരിക്കുന്ന. അല്ല ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ കിടന്നുറങ്ങുമ്പോൾ ഇതുപോലെ ഒന്നെങ്കിൽ കോളേജൊക്കെ മൊബൈലുള്ളതുകൊണ്ട് പിന്നെ ആ പ്രശ്നം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ നമ്മളറിയാതെ നമ്മുടെ മേത്ത് എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെക്കും.
ഞാൻ വേണം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൽ ആൾക്കാർ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളെ ചെറുക്കും കൂടെ കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ട്രിവാൻഡ്രം പഠിക്കുന്ന സമയത്ത് രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വെക്കേഷൻ സമയത്ത് എല്ലാവരും വീട്ടിൽ പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈമിംഗ് ആയിരിക്കും. അതായത് സ്കൂള്, കോളേജ് അല്ലെങ്കിൽ ഓഫീസോ വിട്ട് പോകുന്ന 5 മണി മുതൽ 9 മണി വരെ സമയത്തായിരിക്കും പോകുന്നത്. ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാനൊരു മിഡ് നൈറ്റ് കഴിഞ്ഞുള്ള ട്രെയിനോ ബസ്സോ എടുത്താൽ കുറച്ച് തിരക്ക് കുറവാണെന്ന് ഞാൻ അങ്ങനെ എടുക്കും. എന്നിട്ട് ഉറങ്ങാതിരിക്കും. ഉറങ്ങിയാൽ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ ബസ് കിട്ടത്തില്ല, വീട്ടിൽ സമയത്ത് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാനൊരു ദിവസം ഇരുന്നിട്ട് വെളുപ്പിനെയുള്ള ബസ് കിട്ടിയത്. അപ്പം ഞാൻ ഉറങ്ങാതിരുന്നിട്ട് വെളുപ്പിനുള്ള ബസ്സിൽ പോയപ്പോൾ അന്ന് അതിനും ഭയങ്കര തിരക്ക്. സീറ്റും ഇല്ല, ഒന്നുമില്ല. കയറി നിന്ന് അതൊരു വല്ലാത്തിരപ്പ. നമ്മൾ ഈ പിടിച്ചു വെക്കുന്നത് നമുക്കറിയില്ല. അപ്പം സീറ്റ് കിട്ടും, അവിടെ നിന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സീറ്റും കിട്ടിയില്ല, ഭയങ്കര തിരക്ക്. ഞാനിങ്ങനെ ബസ്സിൽ തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർ അനങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് ഞാൻ മറിഞ്ഞു വീണു. നമ്മളറിയത്തില്ല, നമ്മളിങ്ങനെ ഉറങ്ങി കയ്യൊക്കെ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ വിട്ടിട്ട് ഞാനിങ്ങനെ മുട്ടുകുത്തി വീണു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ നിൽക്കും. ഞാൻ എന്ത് പറയണം, ഞാൻ നൈസായിട്ട് പതുക്കെ എഴുതിയിട്ട് എന്നിട്ട് ഇങ്ങനെ സീറ്റിനോട് ചാരി അങ്ങ് ഇരുന്ന് നിലത്ത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഉറങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് പോയത് എന്നെ കൊണ്ട് ഇനിയും പറ്റത്തില്ല. അത് ഉറക്കം അങ്ങനെ ഒരു സാധനമുള്ളൂ. ഈ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ട് നിൽക്കുമെന്നൊന്നും എൻ്റെ ബോഡി നോക്കിയില്ല. എൻ്റെ ബോഡിയൊക്കെ കൈ വിടാ മൈരേ കമ്പിയിൽ നിന്ന് കയ്യെന്ന് ഞാൻ വിട്ടിട്ട് ഇങ്ങനെ മുട്ടുകുത്തി ഉറങ്ങി വീണ്. എല്ലാവരും കൂടെ എന്നെ നോക്കി ബോധം കെട്ടി വീണെന്ന്. അപ്പം തന്നെ ഞെട്ടി ഉണരുകയും ചെയ്യല്ലോ. പിന്നെ സൈഡിലേക്ക് സമാധാനം. ഈ ബസ്സിലിരുന്നിട്ടുള്ള ഉറക്കത്തിലില്ലേ, നമ്മൾ വിചാരിക്കും കയറുമ്പോൾ ഇരുന്ന് ഉറങ്ങാന്ന് വിചാരിക്കും. എന്നിട്ട് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കൊന്നും വരില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഈ സ്ഥലത്ത് നമ്മളെത്താറായിട്ടുണ്ടാവും. അപ്പൊ ഒരു ഉറക്കം വരും. അപ്പൊ നമുക്ക് തോന്നി ഇതൊരു അരമണിക്കൂറും കൂടി ഇന്ന് പോയെങ്കിൽ അല്ല ടിക്കറ്റ് മാറ്റിട്ട് അങ്ങോട്ട് പോയാലോ തോന്നി. കാരണം സൂപ്പർ ഉറക്കം വരും. ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ശരിക്കും നല്ല ഉറക്കം വരുന്നത്. അതെ എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും ടാസ്ക് അടിച്ചിട്ടുള്ളത് നമ്മുടെ ജിയോളജി ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ് ഫുള്ളൊരു 10-12 ദിവസം പോയി മലയുടെ മണ്ടയ്ക്ക് പോയി പാറയും വെട്ടിച്ച് വെയിലും കൊണ്ട് ഭയങ്കര വലിയ അങ്ങനെ തിരിച്ച് ഇത് കഴിഞ്ഞ് വന്ന് കോളേജിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ എനിക്കങ്ങനെ എന്നെ അച്ഛൻ പണ്ട് ബസ്സിൽ പോകുമ്പം ഉറക്കമില്ലായിരുന്നു, സംസാരിച്ചോണ്ടിരിക്കും. അപ്പോൾ കാരണം നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ അത് ശീലമായി പോകണ്ടെന്നുള്ളത് കൊണ്ട് അച്ഛൻ പണ്ടോട്ട് നമ്മളിങ്ങനെ സംസാരിക്കും, ബസ്സിൽ ഇരിക്കുമ്പോൾ ഉറങ്ങരുത് എന്ന് പറയും വെറുതെ. എന്നിട്ട് നമ്മളിങ്ങനെ കാഴ്ചകൾ കാണിക്കില്ല, അത് ഇതാന്ന് പറയും, എല്ലാം കാണിച്ചു തരും, സംസാരിച്ചോണ്ടേ ഇരിക്കും എപ്പോഴും. അപ്പോൾ ബസ്സിൽ കാരണം എന്നിട്ട് നമ്മളെ ഒറ്റയ്ക്ക് വിടുമ്പോഴും അച്ഛൻ ഇങ്ങനെ ഉറങ്ങിപ്പോരുത്, ബസ്സിൽ ഇരിക്കും ഉറങ്ങിപ്പോരുത്, സ്റ്റോപ്പ് പറ്റിപ്പോൾ എല്ലാ ആൾക്കാരും എന്തെങ്കിലും പോക്കറ്റ് അടിക്കുക, എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അത് പക്ഷെ പണ്ടേ ട്രെയിനിങ് തന്നേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല. പക്ഷെ അന്ന് ഞാൻ ഇതുപോലെ തീരെ വയ്യല്ലോ, കാറ്റൊക്കെ അടിച്ചിട്ട് ഇതുപോലെ ഉറങ്ങിപ്പോയി. ഞാൻ ഉണരുമ്പോൾ ഞാൻ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ ഇരിക്കുന്നു, കുറേ പേര് സാധനം പോകണം, പെട്ടെന്ന് ഞാൻ ഉറങ്ങരുതെന്ന് വിചാരിക്കും, പിന്നെയും ബോധം പോകും, പിന്നെ തലയൊക്കെ പോയി കളിക്കും. പിന്നത്തെ അത് ഞാൻ പറയുന്നത്, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് എന്റെ തോളത്തെ ആൾക്കാർ അതാണ് ഇങ്ങനെ തട്ടും. അപ്പോൾ വായുതക്കാലം വെള്ളം പോക്കിലുണ്ട്. ഞാൻ ഇത് പറയാൻ വേണ്ടി ഇതിലോട്ട് എത്താനായിരുന്നു ശരിക്കും. അത് ഏറ്റവും മോശം ഒരു പരിചയമില്ലാത്തവരാണ് നമ്മുടെ തോളത്തിടുന്നത്. അപ്പൊ നമുക്ക് പിന്നെ എഴുന്നേൽപ്പിക്കണോ, പാവം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണോ? ഭയങ്കര ആൾക്കാർ കാണുമ്പോ ആയിരിക്കല്ലേ പാവം അച്ഛനും മോനും. അയ്യോ, ഈ കഥയുടെ എൻ്റെ അതായിരുന്നു. അതുകൊണ്ടോ മാധവന്റെ അച്ഛൻ അടിപൊളി അച്ഛനല്ലേ. മാധവന്റെ അച്ഛനെ ഗീവ് അവേ വേണം, നിങ്ങൾ കമന്റ് ചെയ്യുക. 100 കമന്റ് മാധവന്റെ അച്ഛനെ ഗീവ് അവേ വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2K കിഡ്സിന് വേണമെങ്കിൽ മാധവന്റെ അച്ഛനെ നമുക്ക് ഗീവ് അവേ ചെയ്തേക്കാം. മനുഷ്യനെ നമ്മ തല്ലിക്കൊന്നൊന്നും പറയൂല. 2K കിഡ്സിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ അച്ഛനെ ഭയങ്കര ട്രോള്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് സൈക്കിളൊക്കെ വന്നായിരുന്നു. അപ്പം നമ്മളൊരു ദിവസം പെട്ടെന്ന് ചായ കുടിക്കാൻ കൂട്ടുകാർ നമ്മളുടെ 3 പേരോട് ചായ കുടിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാനറും പരിപാടിയൊക്കെ. എന്താണെന്നറിയത് അപ്പോൾ നമ്മളെന്തോ അമ്പലത്തിൻ്റെ പരിപാടിയാണ് വെച്ചാൽ മ്യൂസിക്കിൻ്റെ വൈബൊക്കെ കേട്ടിട്ട്. പക്ഷെ ആൾക്കാരൊന്നുമില്ല. പക്ഷെ പിന്നെ ആൾ കൂടി അവിടെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ദിവസമാണ് നമ്മുടെ വീടിനടുത്ത് വന്നിരിക്കുന്നത്. അപ്പോഴെനിക്ക് സൈക്കിളൊക്കെ മനസ്സിലായി, അങ്ങനെ കണ്ടു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു ഭയങ്കര വൈബ് പരിപാടി. നല്ല രസമുണ്ട്. നാട്ടുകാരും ഒക്കെ അത്രയും പേര് ആ ഒരു സമയത്തൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണും. അപ്പോൾ ഞാനും കൂട്ടുകാരും പറയും, പെട്ടെന്ന് നമ്മളൊരു 70 ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നേരെ 70 പോയ പോലെ ഒരു മൂഡ്. ഇത് മൈസൂരിൽ നിന്നുള്ള ആൾക്കാരായി ചെയ്യുന്നത്. അവരാ ഭയങ്കര ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ ആ സ്റ്റൈലൊരു പരിപാടിയൊക്കെ. അപ്പം അത് ഞാൻ കഴിഞ്ഞ് അത് വീട്ടിൽ വന്ന്
ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ എടുക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പണ്ട് സൈക്കിളൊക്കെ കൊണ്ടിരുന്നെങ്കിൽ നമ്മളങ്ങനെ പോയിരുന്നു. അപ്പോൾ അച്ഛൻ ഈ പഴയ കഥകൾ പറയുന്നത് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. അമ്മ അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇത് നമ്മൾ ആദ്യത്തെ ദിവസം പോയപ്പം വീടിന് കുറച്ച് അകലെ ഒരിടത്ത് ഇങ്ങനെ 3 ദിവസം തമ്പടിച്ച് ഒരു പരിപാടി. അത് കഴിഞ്ഞപ്പം എൻ്റെ വീടിന് ഏകദേശം അടുത്തൊരിടത്ത് ഇത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ വിഷ്ണു പശുവിനൊക്കെ നമ്മളിങ്ങനെ വന്നല്ലോ. അപ്പം ഞാനിങ്ങനെ വിഷ്ണുവിനോട് പറഞ്ഞു നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ജംഗ്ഷനിലായിരിക്കുമല്ലേ വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ജംഗ്ഷന് സ്ഥലമില്ലോടാ. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇപ്പുറത്തായിട്ട് നമ്മുടെ സ്ഥലം കുറേ ഉണ്ടല്ലോ. അപ്പം ഞാൻ വന്ന് നമ്മുടെ സ്ഥലം വേണേൽ കൊടുക്കാമല്ലേ, കാരണം നല്ലൊരു പരിപാടിയല്ലേ, പിന്നെ ഇതൊരു ലൈവ് ഷോ ആണല്ലോ, പ്രൊമോട്ട് ചെയ്യല്ലേ. അപ്പോൾ വിഷ്ണു മറ്റേ കാശ് വിഷ്ണു ചെറിയ വെറുതെ വാടകയും കിട്ടും 3 ദിവസം പരിപാടി അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരിയാ. അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻറ്റ് മാത്രം അടിച്ചത് സൈക്കിൾ അച്ഛനുണ്ടല്ലോ അച്ഛനെ കൊണ്ട് വെളിയിൽ കൊടുക്കുന്നത് എന്തിനാ വെളിയിൽ കൊടുക്കണേ അച്ഛൻ ചവിട്ടിട്ട്. പക്ഷെ ഇവൻ പറഞ്ഞ സൈക്കിൾ ചേട്ടൻ പരിപാടി ഭയങ്കര കിട്ടിയായിരുന്നല്ലേ നിന്റെ അവിടെ വന്നത്. പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ സംഭവം തുടക്കം. അല്ല അവര് വിളിച്ചത് ഇവൻ പറഞ്ഞ കഥ അനുസരിച്ച് അവിടെ ഓഡിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ എത്തിയത് പെർഫോം ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന അയാള്. തുടക്കത്തിൽ ചുമ്മാ ഇങ്ങനെ ആൾക്കാർ ഇത് എന്താ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചതറി ദൂരെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അത് ബിൽഡായി വന്നത് വലിയൊരു നമ്മുടെ കൊല്ലത്തെ പരിപാടി. അതിന് ഹാപ്പി എൻഡിങ് ഇല്ലല്ലോ, തുടക്കം മാത്രല്ലേ ഉള്ളൂ. ആ ദൂരെ നിൽക്കണമെന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് കിട്ടിയിട്ട് കാര്യം ഇവിടെ ആൾക്കാർ മരത്തിന്റെ ചോട്ടിലേക്ക് അങ്ങൊക്കെ നിൽക്കുന്നത്. അപ്പം ഈ ഇത് തുടങ്ങുമ്പോൾ ഇതുപോലെ ആൾക്കാർ വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തോ ഒരു ഭയങ്കര ലോക്കൽ പരിപാടിയാണെന്നുള്ളൊരു സാധനമുണ്ട്. ആൾക്കാർ ഇവരെ അല്ല ഇവരുടെ സെറ്റപ്പും പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടെ ഇതാണെന്നുള്ളൊരു മൂഡായല്ലോ, ഫിറ്റ് ചെയ്യാന്നുള്ള സാധനമായി. പക്ഷെ അതറിയാം, നമുക്കറിയാം. അപ്പം ഇവർ ഈ പരിപാടി തുടങ്ങി ആദ്യം ഒരു മറ്റേ റെക്കോർഡഡ് പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുക. സൈക്കിളൊക്കെ തുടങ്ങുമ്പോഴേ ഉള്ളൂ. ഇത് ആദ്യം വേറൊരു പാട്ടെന്തോ പ്ലേ ചെയ്യുന്നുണ്ട്, ഭക്തിഗാനം പ്ലേ ചെയ്യുന്നുണ്ട്. അവർ അങ്ങനത്തെ ഓഡിയൻസിനെ പിടിക്കാൻ നോക്കുന്നത്, അമ്പലത്തിന്റെ പരിസരത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞ് വേറെ ട്രാക്ക് മാറി ഇതിൻ്റെ ഒരു ചേച്ചി, ഒരു കപ്പിളും അവരുടെ മോനുമാണ് ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പം ആദ്യം പുള്ളിക്കാരി വന്നിട്ട് ഒരു വയേർഡ് മൈക്കിന്റെ വയർ ഊരി കളഞ്ഞിട്ടൊരു മൈക്ക് കണ്ടക്കോഡിലെസ് മൈക്കാക്കി പിടിച്ചേക്കുന്നു. പുള്ളിക്കാരി കട്ടക്കോട് ഫ്രണ്ടായിട്ട് നിന്ന് പാട്ട് പാടുക, പക്ഷെ സാധനം സൈഡിൽ പ്ലേ ചെയ്തേക്കുക. കന്നഡ പാട്ടാ, പക്ഷെ കേസ് ഇത്ര ഇത് പാടിയേക്കുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ടോ അല്ലാതെ മനസ്സിലാക്കാൻ എന്തിനാ അവരങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. 6 മിനിറ്റ് പാട്ട് അവർ വെറുതെ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇതിങ്ങനെ പാടുന്ന പോലെ അഭിനയിക്കും. ഇതിനിടയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് യൂട്യൂബിലാണ് ഈ പാട്ടിട്ടേക്കുന്നത്, മറ്റേ ബോക്സ് കുത്തിയിട്ട് ആട് വരും ഇതിനിടയിൽ. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ നമ്മൾ തമാശക്ക് ഇത് കളിയായിരുന്നു, പക്ഷെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇതിനിടയിൽ ആടും പ്ലേസ് ചെയ്തിട്ട് ആവാൻ പാടില്ല. അപ്പോൾ ചേച്ചി എന്ന് വെച്ചാൽ സൗണ്ട് താത്തും പാടുന്നതിൻ്റെ അഭിനയിക്കുന്നതിൽ ഇത് കുറയ്ക്കും, എന്നിട്ട് പിന്നെ ഒച്ചക്കുട്ടി പാടും പരസ്യം കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെയൊക്കെ അത് നമ്മളടുത്ത് തട്ടിക്കൂട്ട് പരിപാടിയാ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കപ്പിള് ഇവരുടെ ഡാൻസ് അല്ല ചേച്ചിയുടെ പാട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ്റെ ഡാൻസ്, ചേട്ടൻ്റെ ഡാൻസ് ആദ്യം. അത് കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനോട് കപ്പിൾ ഡാൻസ്. അത് കഴിയുമ്പോൾ ചെക്കൻ ഒറ്റയ്ക്ക് വന്നൊരു വിജയുടെ പാട്ട്, ടവൻ ഒറ്റയ്ക്ക് ഡാൻസ്. ഒരു മനുഷ്യൻ കൈയടിക്കാനുള്ള ഒരു ഇതും ഇല്ല. എനിക്ക് ഞാൻ ഇങ്ങനെ വിഷ്ണുവിനോട് ഇതൊക്കെയാണ് നമ്മുടെ പാട്. ഞാൻ പക്ഷെ കൈ അടിക്കുന്നുണ്ട് പതുക്കെ അവരിങ്ങനെ കൈയടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കൈയടിക്കും. അപ്പം ഞാൻ പിന്നെ ഇവന്മാരെ കൊണ്ട് കൈയടിച്ചപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് കൈയടിയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിന്നെ ഒരു കപ്പിൾ ഡാൻസ്. അതിനിടയിൽ ഈ ചെറുക്ക സൈക്കിൾ എടുത്ത് സ്റ്റണ്ട് ചെയ്യും, ചെറിയ പരിപാടികളൊക്കെ കാണിക്കും. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരും വരും. പുള്ളി ഇങ്ങനെ വന്ന് ആദ്യം വെറുതെ സൈക്കിൾ ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ വെക്കും, വെറുതെ ഇങ്ങനെ 2-3 തവണ ആട്ടും, വെറുതെ സിമ്പിളാണ്. എന്നിട്ട് പുള്ളി ഇങ്ങനെ സൈക്കിള് എഴുന്നേൽപ്പിച്ച് നിർത്തും നമ്മുടെ വയറ്റിൽ തന്നെ. അപ്പം നമ്മളിങ്ങനെ ഇഷ്ടമാണ്, ഞാനിത് ഇതൊക്കെ നമ്മളും ചെയ്യും. എന്നിട്ട് പുള്ളി ഒറ്റക്ക് ഇറക്കും. അപ്പോൾ സൈക്കിൾ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് ഇയാളുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കും നേരെ എയറിൽ. എന്നിട്ട് പുള്ളി അതുകൊണ്ട് റൗണ്ട് നടക്കും. എന്നിട്ട് പുള്ളി നിരത്ത് വെക്കും, കയ്യടി തുടങ്ങി. എന്നിട്ട് പുള്ളിക്കാരൻ ഈ സൈക്കിൾ ഇങ്ങനെ ഇവരൊരു സെന്ററിൽ ഒരു കോല് കുത്തിയിട്ട് ആ ഒരു സർക്കിളിന്റെ ഒരു സാധനത്തിലാണ് ചുറ്റും ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കിളാണ്. അപ്പോൾ ആ സൈക്കിൾ ഇങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ ബാക്കിലെ സീറ്റെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ കറങ്ങും. അല്ല, പുള്ളി ഹാൻഡിലെ പിടിച്ച് കറക്കുക, പുള്ളി സൈക്കിളും കൂടെ കറങ്ങും. 2 റൗണ്ട് ഇങ്ങനെ കറങ്ങി കഴിയുമ്പോഴത്തേക്കും പുള്ളി കൈ വിടും.
സൈക്കിള് തന്നെ റൗണ്ട് അടിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ സൈക്കിളെ പിടിച്ചിട്ട് പിന്നെ പുള്ളി സൈക്കിളിന്റെ കൂടെ ഓടിയിട്ട് പുള്ളി സീറ്റൊക്കെ കയറിയിട്ട് സൂപ്പർ കിടക്കണ്ട ഇങ്ങനെ കിടക്കും, ഹാൻഡിലെ പിടിക്കൂല, സൈക്കിള് തന്നെ റൗണ്ട് എടുക്കും. വൻ പരിപാടി. അത് കഴിയുമ്പോ ആൾക്കാർ കൂടി പരിപാടി മാറി. അപ്പൊ നമ്മള് സ്ഥിരം ഒരു സ്പോർട്സ് ഒരു രാജ്യത്തിന് വിജയിപ്പിക്കുക അല്ലെങ്കിൽ ആർട്ട് വിജയിപ്പിക്കുക എങ്ങനെയാന്നുള്ള ഞാൻ ഞങ്ങളുടെ ഏരിയയിൽ ആ സമയത്ത് അത്ര ആൾക്കാരെ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാനിങ്ങനെ ആ സമയത്ത് പുറത്തിറങ്ങുന്ന അപ്പോഴത്തേക്കും അപ്പൊ ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ സ്ഥിരം ജംഗ്ഷനിൽ ഒരു ഓട്ടം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് തിരിച്ചിതും കൊണ്ട് വീട്ടിൽ പോകുന്നത് ഈ റൂട്ടാണ്. പുള്ളി പോണ വഴിക്ക് കൂടി പരിപാടി കിടക്കുന്നു. പുള്ളി നോക്കിയപ്പോൾ നല്ല സ്പോട്ട്, പുള്ളി വണ്ടി പാർക്ക് ചെയ്തവിടെ. കപ്പലണ്ടി ബിസിനസ് ഭയങ്കരമായിട്ട് പൊടിച്ച് നടക്കണം. ആൾക്കാർ വന്ന് കപ്പലണ്ടി അടിച്ച്, കാരണം വൈബായി, ഉത്സവം വൈബ്. അപ്പോഴത്തേക്കും ഒരു പുള്ളി തൊട്ടപ്പുറത്ത് കടയുണ്ട്, അയാളത് കട അടച്ചിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കാതെ പുള്ളി പോയി കട തുറന്ന് എന്നിട്ട് പുള്ളിയുടെ ഐസ്ക്രീമൊക്കെ ആയിട്ട് ഫുള്ള് ആ ഭാഗത്ത് സാമ്പത്തിക ഇതുകളെല്ലാം വികസിച്ചു തുടങ്ങി. അതിന്റെ പോഷക പല ബിസിനസ്സിലും അതാ പറഞ്ഞേ, ഇങ്ങനെയാണ് നമ്മുടെ അവിടെ ഒരു സ്പോർട്സ് വരുമ്പോഴേ ബാക്കി സാധനങ്ങൾ ഇത് വേണേ കട്ട് ചെയ്തല്ല. അപ്പൊ നമ്മുടെ അവിടെ അതിനകത്തുള്ള ചേച്ചി അപ്പുറത്തെ വീട്ടിൽ പോയി കുപ്പിയിൽ വെള്ളം എടുത്തോണ്ട് വന്നു. അപ്പൊ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ് കണ്ടു, അവര് നായര ഇവന്റെ ബന്ധു. അങ്ങനെയായാലും നാട് നന്നാവരുത് കുറച്ച് പേരുണ്ട്. അങ്ങനെ ഉറക്കം പറഞ്ഞ നമ്മുടെ സൈക്കിളിൽ എങ്ങനെ അല്ല, ഇത് ഭയങ്കര കിടിലം കഥ അല്ല. ആ കഥയുടെ ഒരു ഡെവലപ്പ് ചെയ്ത് പറഞ്ഞൊരു നമ്മളത് എത്തിയത് കറക്റ്റ് പോയിന്റില്ല. അപ്പൻ ത്രൂ അങ്ങനെയാ വന്നത്. ഞാൻ പറഞ്ഞു വന്ന കേസ് അച്ഛനായിട്ട് ഞാൻ പണ്ട് ഇങ്ങനെ കുറെ രാത്രി നമ്മൾ സ്ഥലം നടക്കാൻ എന്ത് ഇറങ്ങി. അച്ഛൻ ഇതുപോലെ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ ചില്ല. അപ്പം പണ്ടടിക്കുമായിരുന്നു. അപ്പം പിന്നെ നിർത്തിയതാ. അതും ഞാൻ പറഞ്ഞില്ല, പഠിക്കുന്ന ദിവസമാണ് നിർത്തിയത്. അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാധാകൃഷ്ണൻ എങ്ങനെ ചെയ്യും. രാധാകൃഷ്ണൻ ഡാർക്ക് ഹിസ്റ്ററി ഇടുന്ന എല്ലാവർക്കും അറിയാവുന്ന. നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ അപ്പനെ അപമാനിക്കല്ലേ. ആള് പഴയ ബാറ്റ്മാൻ. അടിച്ചാൽ നമ്മൾ ചില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പോകും. അച്ഛൻ്റെ സൈക്കിൾ ഉണ്ട് ഒന്നിൻ്റെ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ സീറ്റ് ഉണ്ട് എനിക്ക് വേണ്ടി. എന്നിട്ട് കാല് വെക്കണ മറ്റേ സാധനം അതൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ചവിട്ടാൻ പോകും. അല്ലെങ്കിൽ പറഞ്ഞ രാത്രി ഉണ്ടെന്നെന്തോ നടക്കാൻ ഇറങ്ങി. അപ്പം നമ്മളിങ്ങനെ നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് വയ്യ, നടക്കാൻ വയ്യ. അങ്ങോട്ട് പോകണ ആവേശമുണ്ട് എനിക്ക്, തിരിച്ചു വരും വയ്യ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ വയ്യാന്ന് പറയുമ്പോൾ അച്ഛൻ എന്നെ എടുത്ത്. അപ്പം ഞാൻ കണ്ട് 5 5 ആ പ്രായത്തിലുള്ള പയ്യനെ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്നൊന്ന് വെയിറ്റൊക്കെ കുറവാണ്. എന്നിട്ട് എന്നെ അച്ഛൻ ഇങ്ങനെ തോളത്തെടുത്ത് കിടത്തിക്കൊണ്ട് വരിക. അപ്പം ഞാൻ എന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ പിന്നെ ഉണരുന്ന സീൻ എന്ന് വെച്ചാൽ ഒരു കാറ് നിർത്തിയിട്ട് നമ്മളോട് ഇങ്ങനെ കയറി കയറി കയറി. അവരോർത്ത് എന്തോ എമർജൻസി ആയിട്ട് അച്ഛനെ പോകും, അച്ഛനെ അടിച്ചില്ല അവസ്ഥയാണല്ലോ. അവർ നോക്കുമ്പോൾ ഒരു അച്ഛൻ്റെ മറ്റേ എന്താ പറയുക മോശം അവസ്ഥ പോലെ. അതായത് എനിക്കെന്തോ പറ്റിയിട്ട് തന്നെ ആശുപത്രിയിൽ എന്തോ കൊണ്ടുപോവുക, വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടത്തിക്കൊണ്ട് പോവുക. എനിക്ക് ബോധമില്ല കിടക്കുകയുള്ളൂ ഞാൻ. ആ സീനിൽ ഇങ്ങനെ ഒരു അമ്മയും മോനും കൂടെ തന്നെ അവർ കാറായപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചിട്ട് ഇപ്പോഴത്തേക്കും ഞാനും ആണെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞില്ലല്ലോ വേണ്ട കുഴപ്പമില്ല, നമ്മൾ വേറെ എവിടെയല്ല വീട്ടിൽ പോകും നമ്മൾ അങ്ങനെയൊക്കെ പറയാം. അപ്പം ഞാനും അപ്പം അവർക്ക് മനസ്സിലായി. അപ്പം അവർക്ക് എന്തൊരു അച്ഛനും മോനും അങ്ങനെ ഒരു ആർക്കെങ്കിലും അനസ്തേഷ്യ എടുത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും. അല്ല ലോക്കലല്ല, ഉറങ്ങിപ്പോണ സാധനം. സുന്നത്തിന് ലോക്കലല്ലേ? ലോക്കലിൽ ഞാൻ ഉറങ്ങിയെന്ന് എന്റെ ഓർമ്മ. ലോക്കല് അവിടെ തരിപ്പിക്കില്ലല്ലോ. അന്ന് ഇങ്ങനെ ചെറുതാ ഞാൻ. അത് പറഞ്ഞ അതിന് ലോക്കലൊന്നും വേണ്ട. ഒറ്റടി ഇങ്ങനെ അടിച്ചാൽ തരിച്ചോ. എന്നിട്ട് പുളി എനിക്ക് എടുത്തിട്ടുണ്ട്. അനസ്തേഷ്യ എടുക്കലാണ് അതിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഡാർക്ക് ഒരു സാധനം. ഇങ്ങനെ വളയ്ക്കുന്ന നമ്മളെ ചെമ്മീൻ വളയ്ക്കണ പോലെ. എന്നിട്ട് നടുവിൻ്റെ ഈ 2 കണ്ണികൾ ഇതിൻ്റെ ഗ്യാപ്പില്ലേ, അതിലേക്കാണ് ഈ സാധനം ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വേദന എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും വേദനയുള്ള ഇഞ്ചക്ഷൻ അതാ. അതായത് ആ സിറിഞ്ച് ഇങ്ങനെ അനങ്ങില്ലേ, ഈ ഇങ്ങനെ അനങ്ങണ സാധനമില്ലേ, നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇത് അനങ്ങണേന്നുള്ളത്. വളയും പറഞ്ഞ് നമ്മള് ഒരു 8ാം ക്ലാസ്സിലാണ് ഈ അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ അഡ്മിറ്റ് ആണ്. ആ സമയം കൊണ്ടൊരു 10 നീഡിലിടലും കാര്യം കഴിഞ്ഞു. അപ്പൊ ഇഞ്ചക്ഷൻ നമുക്ക് പരിചിതമായി. പിന്നെ ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ വളച്ചു പിടിച്ച് ചെമ്മീൻ വളയ്ക്കുന്ന പോലെ വളച്ചിട്ട് നടുവിനാണ് കുത്തണേ. കുത്തി കഴിഞ്ഞിട്ട് ഇവര് എന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ടവലിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ നോക്കുമ്പോ ഈ ടവല് നമ്മൾ പുറത്തുള്ളത് കാണാണ്ടിരിക്കാനല്ലേ ഇടുന്നത്. അപ്പൊ എനിക്കിത് ബോധം എന്നുള്ളത് ഞാൻ എനിക്ക് ഇതീ കൂടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ടവല് ശരിക്കിടാന്നാണ് ഞാൻ പറയുന്നത്. അത്ര പറഞ്ഞു കുറച്ച്
പിന്നെ ബോധം. പിന്നെ ഞാൻ എഴുന്നേക്കുന്നുണ്ട്, വാള് വെച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. കൈക്കൊക്കെ വാള് വെക്കുന്നുണ്ട്, പച്ച കളറിലൊക്കെ വരുന്നുണ്ട്. ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിർത്താണ്ട് വാള് വെക്കുക. വാള് വെച്ചെങ്കിൽ ശ്വാസം കിട്ടാണ്ടാവുക ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു. അത് കോംപ്ലിക്കേഷൻ ആയിരുന്നതല്ല, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ അവിടുത്തെ ഉറക്കക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ഉറക്കക്കാരുണ്ട്. നമ്മുടെ അവറാൻ അലാം വെച്ചിട്ട് ആ സാധനം കേട്ട്, അത് ഇവര് ഏകദേശം ഒക്കെ ഒരേ നൊക്കത്തി കേട്ടാവുന്നവരാ. അലാം കേട്ടിട്ട് സുഖമായി. എനിക്കൊരു കാര്യത്തിന് പോകാൻ വേണ്ടി അലാം വെച്ചാണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ അലാം അടിക്കേണ്ട കാര്യമില്ല, എഴുന്നേക്കും. അതായത് പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല. പിന്നത്തെ ആ ഉറക്കത്തിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് അറിയും. ഇപ്പൊ ഒരു 6 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്, അപ്പൊ 3 മണിക്ക് ഞാൻ 6 മണി ആയി നേരിച്ച് എഴുന്നേക്കും. എന്നിട്ട് ഈ വാച്ച് നോക്കുമ്പോ 3 മണി, ഇങ്ങനത്തെ 3 മണിക്കൂർ കിട്ടില്ലമായിട്ട് ഉറങ്ങാന്ന് വിചാരിച്ച് ഉറങ്ങും. 5 മിനിറ്റ് കൂടുമ്പോൾ നീ എഴുന്നേക്കും. 5:30 നീ ഒരു ഉറക്കം ഉറങ്ങും, പിന്നെ 6:30 എഴുന്നേക്കത്തുള്ളൂ. അപ്പൊ പിന്നെ അലാം അടിച്ചിട്ട് തന്നെ എഴുന്നേക്കുള്ളൂ. ഈ അലാം വെച്ചിട്ട് ഉറങ്ങണ ഉറക്കം ആസ്വദിച്ച് ഉറങ്ങാൻ പറ്റില്ല. ജീവിതത്തിൽ നന്നാവണം ആഗ്രഹമുള്ള പക്ഷെ പറ്റാത്ത ആൾക്കാരാണ് തോന്നുന്നുണ്ട് ചെയ്യുന്നില്ലേ എപ്പോഴും. എനിക്ക് ചിലരുണ്ട് വെറുതെ വെക്കും ഈ അവറാന് ഒരു 6 മണിയായി കഴിയുമ്പോ, അല്ല 7 മണിക്ക് 8 മണിക്ക് കണ്ട അല്ല അടിച്ചു തുടങ്ങും. അതിന്റെ ആ ട്യൂൺ കേട്ട ഒരാൾ ടിങ് ടിങ് ടീടി ടിങ് 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 ടീടി. എനിക്ക് തോന്നുന്നൊരു 4 ദിവസം അലാം വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേക്കും. ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങണേ. അത് കഴിഞ്ഞിട്ട് അത് 10 മണി 12 മണി വരെ അതിങ്ങനെ സ്നൂസ് ചെയ്തിട്ടാണോ എന്താണോ? അല്ല, വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് അലാം വെച്ചിട്ടുണ്ടാവും. 12, 12 1 ഒക്കെ വരെ നമ്മളിങ്ങനെ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ 2 വീട് അപ്പുറത്തുനിന്ന് സൈലന്റ് ആണ്, ഈ അലാം മാത്രമേ വീട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോഴും അവരകത്ത് പോകത്തില്ല, അത് കിടക്കുക. അവന് പറ്റില്ല, അവന് അലാം എഴുന്നേക്കാൻ പറ്റില്ല. എന്നിട്ട് ഇന്നലെ എഴുന്നേറ്റ് വൈകിട്ട് 5 മണിക്ക് അലാം വെച്ചേക്കുക. ചിലർ വെക്കുന്ന അലാറം ചിലപ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് 25 അലാറം വെക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻസ്, നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല ഈ അലാറത്തിൽ എഴുന്നേക്കുന്നത്. 6 മണിക്ക് അലാറം വെക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ വെച്ചാൽ നമ്മൾ ആ 2ാമത്തെ ഓപ്ഷൻ എടുക്കുള്ളൂ ഉറപ്പായിട്ടും. നമ്മൾ സിനിമ കാണാൻ ഫാൻ ഷേക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്യും. അന്ന് രാത്രി ഉറങ്ങത്തുമില്ല. 4 മണിയൊക്കെ ഫാൻ ഷേക്ക് ബുക്ക് ചെയ്യും. അന്ന് നേരത്തെ കിടന്നുറങ്ങാൻ 11 മണിക്ക് കിടക്കും. 11 മുതൽ 1 വരെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. 3 മണി തൊട്ട് 10 അലാറം വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും മിസ്സായാലും അടുത്തത് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 1-1:30 വരെ കിടന്നിട്ട് 1:30 വരെ ഉറങ്ങും. പിന്നെ ഉറക്കം സമാധാനക്കേടാങ്ങ്. പിന്നെ 2 മണിക്ക് എഴുന്നേക്കും, ആയോ 2:15 എഴുന്നേക്കും, ആയോ 2:30 എഴുന്നേക്കും, ആയോ. ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ ഉറക്കം ഉറങ്ങി 4 മണി ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യും. അത് ഭയങ്കര പാടാണ്. എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്ത ഉറക്കം തലക്കകത്ത് അറിയാമെന്ന് തോന്നല്ലേ, നമ്മൾ ആ പ്ലാനിങ് അനുസരിച്ച് ഉറങ്ങാൻ പറ്റില്ല. നേരത്തെ കിടന്ന് ഉറങ്ങണം, അത് നടക്കത്തില്ല. ബോഡിയുടെ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങത്തുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് ഉറങ്ങാൻ പോയി കിടന്നാലുണ്ടല്ലോ ചിലപ്പോൾ ഉറക്കം വരുത്തേയില്ല. വെറുതെ നിന്നാൽ ഉറക്കം വരും. നമ്മൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കിടന്നാൽ ഉറക്കം വരും. ടയേർഡായി ആ ഒരു സാധനം വരത്തുള്ളൂ. പിന്നെ അല്ല ഇപ്പൊ പറഞ്ഞ കേസ് അല്ല, വേറൊരു നീ അപ്പൊ എന്റെ ഓർത്തത് ഇവന്റെ ഈ രീതിയില്ലേ, അത് ഒരു കണക്ക് ഭയങ്കര നല്ലതാ. അതായത് ചെയ്യാനുള്ള പണി ചെയ്ത് തീർത്തിട്ട് ഉറങ്ങാൻ നല്ലതില്ലേ. എനിക്ക് എപ്പോഴുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി പഠിക്കണ സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാം, ഇത് രാവിലെ പിടിക്കാം, ഇപ്പൊ ഉറങ്ങാം, ഇപ്പൊ സൂപ്പറായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ടൊന്നും നടക്കില്ല. ഇവന്റെ ഈ ഒരു രീതി പഠിക്കണ സമയത്ത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒക്കെ തീർത്തിട്ട് പിന്നെ ഇവിടെ ഉറങ്ങി എഴുന്നേക്കാൻ. വലിയ പഠിപ്പിച്ചൊക്കെ രീതി അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് വന്നാൽ കിടന്നൊന്ന് ഉറങ്ങും, എന്നിട്ട് വീട്ടിലെ തിരക്കും ബഹളവും ഒതുങ്ങുമ്പോഴത്തേക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ ഈ സെറ്റ് എഴുതണ പോലെ സ്റ്റേജിൽ കയറുന്നതിന് ഒരു കുറച്ച് നേരം മുമ്പ് ഞാനപ്പോ അങ്ങനെ വർക്ക് ചെയ്താണ് ഈ പറഞ്ഞ ആ ഒരു പാറ്റേണിലായിപ്പോയി. അപ്പം പിന്നെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് മറ്റേ വേറെ ടൈം സോണിലായിരുന്നു. അപ്പൊ ആ ടൈം സോണിലേക്ക് ആള് ഷിഫ്റ്റ് ആയതാ. അപ്പൊ അതുകൂടെ നോക്കിയതാണ് വെറുതെ ആവശ്യം. ആ സമയം കൂടെ പരിഗണിച്ചപ്പോ അവിടെ 12 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടെ 3 മണിയാവുന്നത്. അപ്പൊ അവിടെ 12 മണി. ഇത് വെച്ച് പ്രേക്ഷകർ ആ ഗേൾ ഫ്രണ്ടിന്റെ സ്ഥലം കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. അവിടെ 12 മണിയാകുമ്പോ ഇവിടെ 3 മണി, അവിടെ രാത്രി 12 ഇവിടെ 3. ഗേൾ ഫ്രണ്ട് കമന്റ് ചെയ്യുക, പേര് കമന്റ് ചെയ്തിട്ടോ. പണ്ടാറങ്ങാൻ ചിലപ്പോ ആൾക്കാര് മെന്റലിസ്റ്റുകൾ ഉണ്ടാവും ഈ കൂട്ടത്തില്. മഹാദേവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് ABCDEFGHIJKLMNOPQRSTUVW. ഇനി ഈ റിയാക്ഷൻ വെച്ച് നിങ്ങൾ പിടിച്ചോ. ഗേൾ ഫ്രണ്ട് ആദ്യത്തെ അക്ഷരം അല്ല. ഇപ്പൊ മെന്റലിസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ എയിലും എസ്സിലും റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ടൈം സോങ് കണ്ടുപിടിക്കണില്ല. ഇപ്പൊ വേറെ രാജ്യത്തിന്റെ പ്രശ്ന ക്ലാഷ് വരിക.
2-3 2-3 രാഷ്ട്രങ്ങൾ രാജ്യങ്ങളുള്ളത് കൊണ്ട്. അല്ല പറ, എന്നിട്ട് നിന്റെ ഉറക്കൊക്കെ shift ആയി. ഇല്ല, അത് കട്ടി കളയില്ല. ഇത് ഇതിലാകെ എന്റർടൈനിങ് ആയിട്ടുള്ളൂ. അല്ല അപ്പോൾ ആ ഉറക്കം ശരിക്കും അങ്ങനെ മാറിപ്പോൾ. അതായത് ഞാൻ പുള്ളിക്കാരിക്ക് അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ 12 മണിയാവും വരുന്നു. അപ്പം ഞാനിവിടെ ഒരു 3 മണിയാവും ഇവിടെ. എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 10-22 കിലോമീറ്റർ അപ്പുറത്തുള്ള കോളേജിൽ പോയി പഠിക്കുന്നത്. പറഞ്ഞോ. പിന്നെ ടൈം പീരീഡ് പറയുന്നു വേറെ പല പ്രശ്നങ്ങളും. ടൈം ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സമയത്ത് ലോക്കൽ നെറ്റ്വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലില്ല അതൊന്നുമില്ല. പക്ഷെ എങ്കിലും അയ്യോ ഇത് മൊത്തത്തിൽ പ്രശ്നമാവില്ല. പറയടാ, അവർ ആരും കാണൂല. അപ്പൊ അല്ല ഈ പറഞ്ഞ ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞെന്ന് പോയിട്ട് എന്റെ ആത്മാർത്ഥത കൊണ്ടാണ് ഈ പറഞ്ഞ ഫ്ലിപ്പായതെന്ന്. പക്ഷെ ഞാൻ അതിനൊരു കാരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ മൂഞ്ചിയില്ല. അല്ല ഞാൻ ചിലപ്പോൾ അതിനുവേണ്ടി മാത്രം ഞാൻ ഇരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഞാനത് ഉപയോഗിച്ചു. ഒരു കാരണമില്ലാണ്ട് മൂഞ്ചിട്ട് ഞാനുള്ളൂ. അവിടെ പുള്ളിക്കാരുടെ പരിപാടിയിൽ ഞാൻ 12 മണിയാവും. അപ്പോൾ എനിക്കിവിടെ ഞാൻ 3 മണിയാവും. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് അത്രയും നേരം എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ 7 മണിക്കത്തെ ബസ്സിൽ കോളേജിൽ പോകണ്ട. ഞാൻ മിക്ക ദിവസവും 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ഉറങ്ങാന്ന് പറയുന്നിടത്ത് കുറേ കാലം അങ്ങനെ ഉറങ്ങിയിട്ടും ഇല്ല. അപ്പം ഞാൻ അതുകൂടെ കൊണ്ടാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ ശനിയും ഞായറും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല, പുറത്ത് പോകത്തില്ല, കൂട്ടുകാരുടെ ഒരു പരിപാടിയും പിടിക്കത്തില്ല, കിടന്നുറങ്ങും. അപ്പം എന്നെ വീട്ടുകാരും വിളിക്കത്തില്ല. അവർക്കും അറിയാം വെളുപ്പിനൊക്കെ ഇരുന്ന് മേടിച്ചിട്ടല്ല അങ്ങനെ കിടന്നുറങ്ങുന്നത്. കുറച്ച് സമയങ്ങളിൽ ഉറങ്ങാറുള്ളൂ. അപ്പം അതുകൊണ്ട് എന്നെ ഉറങ്ങുമ്പം പറയാറില്ല. ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യണം. ആ പ്രശ്നമില്ല. വീട്ടുകാർക്കും ഓക്കെയാണ്. ഞാൻ SSLC ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3-4-5 ദിവസമൊക്കെ വെറുതെ ഒരുപാട് ഉറങ്ങുമായിരുന്നു. വീട്ടുകാരതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാരണം അത്ര എഫേർട്ട് ഇട്ടിട്ടുള്ള സാധനത്തിൽ. അപ്പം ആ സപ്പോർട്ട് അതുകൊണ്ടന്നെ ഇപ്പോഴും പറയാറില്ലത് ഉറങ്ങുന്നതിന്. ഉറക്കം സെൻസിബിൾ ആക്കുക എന്നുള്ള സാധനത്തിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. കാരണം ആൾക്കാർ വണ്ടി ഓടിച്ച് ഉറങ്ങി ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ബാക്കി എവിടെ ഉറങ്ങിയാലും കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും ഉറങ്ങാം. പാർലമെന്റിൽ ഉറങ്ങാം, എത്ര ആൾക്കാർ ഉറങ്ങണം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിയമസഭയിൽ ഉറങ്ങാം. ഡ്രൈവിംഗ് ഫോട്ടോകളുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോണം, മനുഷ്യൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നത്. അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക്. അതായത് നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ അറിയുന്നത്. പക്ഷെ ഇല്ല, ഒറ്റ സെക്കൻഡിൽ ഈ സാധനം നടക്കും. നമ്മൾ എപ്പോഴും ഉറങ്ങുന്നത് അങ്ങനെ, നമ്മൾ ഉറങ്ങുന്ന മൊമെന്റ് ഒറ്റ സെക്കൻഡിലാണ്. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഭാഗ്യത്തിന് ഇടിച്ചിട്ടില്ല. ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. ഉറക്കം വന്നാൽ വണ്ടി ഒതുക്കി ഉറങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ട്രാവൽ അനുസരിച്ച് ഉറക്കം ക്രമീകരിക്കുക. നേരത്തെ കട്ടൻ കാപ്പി കുടിച്ചാലും വീണ്ടും, അതായത് നമ്മളത് ഇച്ചിരി പ്രൊലോങ് ചെയ്യിക്കേ ഉള്ളൂ. ശരിക്കും ആയൊക്കെ ഒരു ഉറക്കം വരുന്നത്. സോ ഒന്ന് ഉറങ്ങുക, എന്നിട്ട് പവർ നാപ്പ് എടുത്തിട്ട് കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോകുക എന്നുള്ള ചെയ്യേണ്ടത്. സോ സെൻസിബിളായി ഉറങ്ങുക. അന്ന് നിന്റെ ചേച്ചിയുടെ കല്യാണം നടന്നത് വേൾഡ് കപ്പ് ഫൈനലിലാണ് അല്ലേ? അന്ന് രാത്രിയായിരുന്നു ഫൈനല്. അന്ന് ഞാൻ എൻ്റെ ലോങ് യാത്രയായിരുന്നു. അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്ന് ആലപ്പുഴ ഇവൻ്റെ അവിടെ ചേച്ചിയുടെ അവിടെ നിന്ന് പത്തനംതിട്ട കഴിഞ്ഞ് വീണ്ടും അന്ന് രാത്രി തന്നെ തൃശ്ശൂർ. ഈ രാത്രി യാത്രയുടെ ഇടയിൽ ഞാൻ പല സമയത്തും നല്ല ഉറക്കം വന്നിട്ട് ഞാനും അവളും ഉണ്ട് വണ്ടിയിൽ. വണ്ടി നിർത്തി സൈഡാക്കി നിർത്തി കുറച്ചു നേരം കിടന്നുറങ്ങി. ഞാൻ പിന്നെ തിരിച്ച് തൃശ്ശൂർ പോയില്ലേ, ചാലക്കുടി അവളുടെ വീട്ടിൽ കിടന്നുറങ്ങി. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു എനിക്ക്. നമ്മളിത് നീട്ടിപ്പിടിച്ച് പോകുന്നത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന് വേണ്ടിയാണ്. ശരിക്കും ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഉറങ്ങിയിട്ട് പോയാൽ ഒരു വലിയ, നമ്മുടെ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം 2024 എൻഡില് അന്ന് അല്ല ഈ ഇതിലൊരു പ്ലസ് ഉണ്ടായിരുന്നു. ഉറക്കം പലപ്പോഴും ബ്രേക്ക് ആയിട്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ഫൈനല് നടന്നുകൊണ്ടിരിക്കുക. ഓരോ ഗോൾ അടിക്കുമ്പോഴും ജംഗ്ഷനിലെ ആൾക്കാരുണ്ട് ഫ്രാൻസ് ജയിച്ചു എന്ന് പറഞ്ഞ്, ഒരു ജംഗ്ഷനിലേക്ക് ഫ്രാൻസ് ജയിച്ചു എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. അടുത്ത ജംഗ്ഷനിലെത്തുമ്പോൾ അർജന്റീനയാണ്. ആരാ ജയിച്ചെന്ന് മനസ്സിലാവില്ല. ഇടയിൽ വെച്ച് മൊബൈലൊക്കെ വെച്ചിട്ട് കളിയൊക്കെ നോക്കിയിട്ട് പോയായിരുന്നു അന്ന്. കഴിഞ്ഞ വർഷം ഭയങ്കര വിഷമം ഉണ്ടാക്കിയ 10 ആക്സിഡൻറ്റ് നടന്നത് ഉറക്കമാണെന്ന് എവിഡൻ്റ് ആണ്. രാത്രി വെളുപ്പിന് 3 മണി 4 മണിക്ക് കണ്ട് കോന്നി വളവിലൊരു വലിയ കോന്നിയിലേക്ക് പോകുന്ന വളവിലൊരു ആക്സിഡൻ്റ് ആണ്. ഹണിമൂൺ പോയിട്ട് വന്നൊരു കപ്പിൾ കല്യാണം കഴിഞ്ഞു. അവർ തിരിച്ചു വന്ന വഴിക്ക് ആക്സിഡന്റ് ആയി മരിച്ചത്. ഭയങ്കര സംഭവം. ഇപ്പോൾ ഉറക്കം അവർ വീടിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തൊട്ടും അവിടെ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് ഇത് ഇനി അറിയണ വഴിയാണ്. അപ്പോൾ ഉറക്കം സെൻസിബിളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഉറക്കം നല്ല പരിപാടിയാണ്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക, ആസ്വദിക്കുക, ഉറങ്ങുക. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ല. നമുക്ക് ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും എപ്പിസോഡ്സ് കമൻറ്റ്സ് വായിക്കണം, പഴയ കമൻറ്റ്സ് വായിക്കാം. നമുക്ക് 1-2 കമൻറ്റ്സ് വായിക്കാം. എനിക്ക് ജോണിനോടാണ് പറയാനുള്ളത്. കാരണം ജോണിനെ അഡ്രസ്സ് ചെയ്ത കമൻറ്റ് എഴുതിയേക്കുന്നത് സിബ്ലിംഗ് സ്റ്റോറീസിനകത്ത്. പ്രിയപ്പെട്ട ജോൺ, താങ്കളുടെ സംസാരത്തിൽ എപ്പോഴും ചിരിക്കുമ്പോൾ താങ്കൾ പറയുന്ന കാര്യം മനസ്സിലാകാതെ പോവുകയോ താങ്കൾ ഉണ്ടാക്കി ചിരിക്കുന്ന പോലെയോ തോന്നുന്നു.
ഇതൊന്ന് മാറ്റിയാൽ കോൺവെർസേഷൻ ഒന്നുകൂടി എൻഗേജിങ് ആവും. ഇതൊരു എനിക്ക് തോന്നിയ സജഷൻ മാത്രമാണ്, ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും തോന്നിയിട്ടുള്ളത്. കീപ്പ് അപ്പ് ദ ഗ്രേറ്റ് വർക്ക്. ഇർഫാൻ കെ എ. അതിന്റെ അടിയിൽ റിപ്ലൈ നീ വായിച്ചില്ല, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഈ തമാശയില്ലേ ആദ്യം ഒരു 2 സെക്കൻഡ് മുന്നിൽ എന്റെ തലയിലോടും, അപ്പൊ എനിക്ക് ചിരി വരും. അത് മാത്രമേ നമുക്കിത് ഭയങ്കര ഫൺ സാധനം നമ്മൾ പറയുന്നത്, അതുകൊണ്ട് ഇത് അല്ല നമ്മളത് എൻജോയ് ചെയ്ത് പറയണോണ്ടാണെന്ന് അറിയില്ല, ചിരി വരും. പക്ഷെ ആ പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. ഞാൻ പറയണതിൽ ക്ലാരിറ്റി കുറവ് വരാറുണ്ട്. അവ മാത്രമല്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ഡിസ്കഷൻ അത് അഡ്രസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചിരിക്കുന്ന കുറയ്ക്കണം, ഇത്തിരി ക്ലിയർ ആയിട്ട്. പക്ഷെ നമ്മൾ കുറച്ചിട്ടുണ്ടെന്ന് അന്നത്തെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പോഴും ചിരിക്കില്ല. നമുക്കും വേറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, വേറെ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ടല്ലോ ഇത് ചിരിക്കണം, എന്തിനാണ് ഇത് പറഞ്ഞിട്ട് ചിരിക്കണമെന്ന്. പക്ഷെ അത് ഈ മൊമെന്റിൽ ഇവിടെ ഉണ്ടാവുന്ന ചിരിയാണ്. നമ്മളിപ്പോ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇൻസൈഡ് കുറെ കാര്യങ്ങൾ അറിയാവുന്നുണ്ടോ, അല്ല നമ്മളാ സംസാരിക്കുന്നതിന്റെ സാധനത്തിലൊക്കെ എന്തെങ്കിലും ഒരു സീൻ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നമ്മൾ ആൾക്കാരോട് കാണിക്കുന്ന ക്രൂരതയാണ്. നമ്മൾ നമ്മുടെ സ്വകാര്യത ഇതിനു വേണ്ടി ചിരിക്കുന്നത്. പക്ഷെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ സ്വകാര്യതയുടെ പാർട്ടായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ സ്ട്രേഞ്ചർ വരുമ്പോഴാണ് ശരിക്കും അവർക്ക് ഇവരെന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്. പലപ്പോഴും ഷോർട്സിന്റെ അടിയിലായി വരുന്നത് ഇവരെന്ത് എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നതെന്ന്. നമുക്ക് എനിക്കുള്ള നെഗറ്റീവ് മുന്നോട്ട് വായിച്ചു, ഇങ്ങനെ മറുപടി പറയണം. അത് ഞാൻ എടുത്തു വെച്ചില്ല, നീ എടുത്തു വെച്ചിട്ടില്ലേ? എനിക്ക് വേറൊരു സാധനം, നിങ്ങൾ 4 പേരും കൂടെ ഗസ്റ്റ് ഇല്ലാത്ത എപ്പിസോഡിലോ ഓരോ ഫണ്ണി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എനിക്കും 2 കഥ പറയായിരുന്നു. അതാ സത്യം. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അച്ചു അത് പറഞ്ഞേക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞതാണ്, അച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൾക്കാർ പറയാം, നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കും സിമിലർ ആയിട്ട് എന്തെങ്കിലും സ്റ്റോറി പറയാണെങ്കിൽ നിങ്ങൾ ഇത്തിരി മെനക്കെട്ട് ടൈപ്പ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ അച്ചു ഒരു 1 ലക്ഷം സൂപ്പർ താങ്ക്സ് ആയിക്കട്ടെ. സൂപ്പർ താങ്ക്സ് നമുക്ക് എണ്ണം കൂടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞത് ഇപ്പൊ അടുത്താണ്. നമുക്ക് ഫസ്റ്റ് ശ്രീകാന്ത് മുരളീധരൻ സൂപ്പർ താങ്ക്സ് തന്നതിന് ശേഷം നമുക്ക് കാനഡയിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ സൂപ്പർ താങ്ക്സ് വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് പയ്യൻ നമുക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് അയച്ചു. 40 രൂപ വെച്ചാൽ 4 ചായയാണ്, 40 രൂപ കുറവല്ല. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കവർ ചെയ്ത് ഇത് നമ്മൾ മറ്റേ പിരിവിനെ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നവരുണ്ട്. സൂപ്പർ താങ്ക്സ് നമുക്ക് ഇതിടാം. അതായത് ഇത്ര സൂപ്പർ താങ്ക്സ് ചെയ്യുന്നവർക്ക് ഈ പ്രിവിലേജ്, 1 ലക്ഷം സൂപ്പർ താങ്ക്സ് ചെയ്യുന്നവരെ കൊണ്ടുവന്നിരുത്തുക, അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് കൊണ്ടുവന്നതല്ലേ ഒരു താരിഫറക്കല്ലേ. സോ എന്തായാലും നിങ്ങൾക്ക് ആ വിഷയം എന്തെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മളിത് കമന്റ് വായിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള കഥകൾ കമന്റ് ചെയ്യുക. അത് സൂപ്പർ താങ്ക്സ് അടിച്ചിട്ട് അടിയിൽ കമന്റ് ചെയ്താൽ എന്തായാലും വായിക്കാം. എനിക്ക് ഇതിൽ ഒന്ന് നെഗറ്റീവ് കമന്റ് വായിക്കാം. ഞാനിത് കമന്റ് നോക്കി മൂഡ് പോയിട്ടിരിക്കുകയായിരുന്നു. ഒരു കമന്റ് എപ്പോഴും കാണാറുണ്ട്, മറ്റേ ഈസ്റ്റ് ഓർ വെസ്റ്റ് വിറ്റോക്സ് ഇസ് ദ ബെസ്റ്റിന്റെ ഒരു സാധനം. അപ്പൊ പിന്നെ എല്ലാ എപ്പിസോഡിലും വന്നിട്ട് ഓരോ വെറൈറ്റി ട്രൈ ചെയ്യും. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈസ്റ്റ് ഓർ വെസ്റ്റ് യു ആർ ദ ബെസ്റ്റ് എന്നുള്ള സാധനം. ഈസ്റ്റ് ഓർ വെസ്റ്റ് വിറ്റോക്സ് ഇസ് ദ ബെസ്റ്റ് എന്ന് ആദ്യം പറയും. പിന്നെ വന്നിട്ട് നോർത്ത് ഓർ സൗത്ത് വിറ്റോക്സ് ഇസ് ദ ബെസ്റ്റ് അടിച്ച് അത് കുറച്ച് മറ്റേതിന്റെ പൊളിച്ചതാണല്ലോ. പിന്നെ ഇപ്പൊ പുള്ളി ആശയദാരിദ്ര്യം അടിച്ചിട്ട് എല്ലാ എപ്പിസോഡിലും നോർത്ത് ഈസ്റ്റ് ഓർ നോർത്ത് സൗത്ത് ഒക്കെ അടിച്ച് കോമ്പിനേഷൻ ഒക്കെ എടുത്ത് അടിച്ചില്ല. ആ എഫേർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളത് അഡ്രസ് ചെയ്യാത്ത പുള്ളി നമ്മളത് അഡ്രസ് ചെയ്തിരിക്കുന്നു. കൊള്ളാം. നമ്മള് വടക്ക് തെക്ക് പടിഞ്ഞാറ് സത്യം പറഞ്ഞ നല്ല രീതിയിൽ തമാശ പറയുന്ന ആൾക്കാർ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് രസം തോന്നാറുണ്ട്. ഇപ്പൊ ഇത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ സെഗ്മെന്റ് പ്ലാൻ ചെയ്തിട്ടാണ് കമന്റ് നോക്കാൻ പറ്റുന്നത്. ഞാനതിൽ എടുത്തപ്പോൾ ആദ്യം കണ്ടത് നെഗറ്റീവ് കമന്റ്. ഞാൻ കുറച്ച് കാലമായിട്ട് കമന്റ്സ് നോക്കാറില്ലായിരുന്നു. ഞാൻ എനിക്ക് വേറൊരു മെയിൻ പേഴ്സണൽ കാര്യം പറയാനുള്ളത്, ഞാൻ ഈയിടെ ബമ്പർ ചിരിയിൽ മറ്റേ തിരിച്ചു പോയല്ലോ. അപ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡ് അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. എനിക്കും അറിയാം, എനിക്ക് അത്ര ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു മിനിമം പരിപാടി നിലനിർത്തുന്നുള്ളതിൽ കൊണ്ട് ചെയ്ത് 3ാമത്തെ സ്ഥാനത്തിൽ അത്യാവശ്യം നല്ല പരിപാടി പിടിക്കാൻ പറ്റി. അപ്പം പക്ഷെ ഞാൻ അന്ന് ഈ പറഞ്ഞല്ല, ഈ ഭയങ്കര ഹെയ്റ്റ് കമൻസ് താഴെ വരുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ വിറ്റോക്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പലരും ഫൈറ്റ് ചെയ്യണത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ വന്ന് ആർട്ടിടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം മാത്രം ചെയ്തത്. പക്ഷെ നമ്മൾ സന്തോഷിക്കുന്നത്, എനിക്ക് പേഴ്സണലി ഭയങ്കര നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതെ സത്യം. നമ്മളത് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെ ജെന്യൂനായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മളെ വേറൊരു കേസിൽ കുറ്റം പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മുടെ പരിപാടി പോലും കണ്ടില്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര വലിയ വിജയമാണ്. ഭയങ്കര ആൾക്കാരത് ചെയ്യുന്നതിന് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അത് ചെയ്യണമെന്ന് തുടർന്ന് നല്ല ചെയ്തത് കണ്ടത് അത്രയും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന പരിപാടിയായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മെമ്പർഷിപ്പ് വീഡിയോ ആയിട്ടില്ല, ഞാൻ കമൻസ് നോക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് കമൻസ് ഇത് പറഞ്ഞല്ലോ അത് നല്ല എപ്പിസോഡായിട്ട് ആൾക്കാർ നല്ലത് പറയുമെന്ന് പറയാൻ വേണ്ടി വായിച്ചപ്പോഴും അതിനകത്ത്
ചിലർ ഭയങ്കര തെറിയൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിട്ടോക്സ് കാണുന്ന ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച്, ഇതുപോലെ ബ്രോ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടു, ഈ പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് കണ്ടു, വിട്ടോക്സ് കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ അറിയാം ഞാനിത് പേഴ്സണലായിട്ട് എടുക്കും, നല്ല എനിക്ക് വിഷമമാവും, ബ്രോ ഒരു സെൻസിറ്റീവ് മനുഷ്യനാണ്, എനിക്ക് വിട്ടോക്സ് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബ്രോയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഈ പറഞ്ഞ പോലെ സാധനം അടിപൊളിയായിരുന്നു. മറ്റേത് അവൻ കറക്റ്റ് ജഡ്ജ്മെൻറ്റും പറഞ്ഞു, മറ്റേ രണ്ടും ഈ പറഞ്ഞ പോലെ അത്ര ഇതല്ല, പക്ഷെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര നല്ലതായിരുന്നു, പക്ഷേ മറ്റേത് നോക്കണ്ട, കീപ് ഡൂയിങ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു സപ്പോർട്ട് തന്നിട്ട് പോയി. അപ്പോൾ അത് ഭയങ്കര, എനിക്കത് ഭയങ്കര ഒരു, ഞാൻ ശരിക്കും കമൻറ്റ് വായിച്ച് ബാഡടിച്ചിട്ട് ഇരിക്കണ പോയിന്റിലാണ് ഈ മെസ്സേജ് വായിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഒരാളത്ര സമയമെടുത്തത് ചെയ്യുന്ന കാര്യം ഭയങ്കര നല്ലതാന്ന് തോന്നി. പക്ഷെ ഞാൻ പറയാൻ വന്ന് നെഗറ്റീവ് വെറുതെ പറയണമെന്ന് ഓർത്ത് പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയുന്നത്. വായിച്ച കമൻറ്റ് പറയുന്നതുകൊണ്ടും തോന്നരുത്, വാദം വന്നു മഹാബോറാണ്, വാസ്തവ് ടമ്മാവൻ ജോക്സ് ഒള്ളി കമ്മിങ് ഫ്രം ഹിസ് മൗത്ത്, നൈസ് ജോബ് എവരി വൺ എൽസ്. അതിന് മുന്നേ വരെയുള്ള പോയിന്റിൽ ഇതൊരു മാത്രമായിരുന്നെങ്കിൽ ഇത് അവസാനം നമ്മളെ നന്ന് പറയുമ്പോൾ അത് വിഷമിപ്പിച്ചെന്നല്ല ഞാൻ പറഞ്ഞു, അതിന് മുന്നേ വരെയാണ് അതൊരു ഒപ്പീനിയൻ ആയിട്ട് എടുക്കായിരുന്നു. ഇത് വെറുതെ ഹേറ്റാണ്, എനിക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്നും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവറാനോട് പറഞ്ഞിട്ടൊന്ന് വിട്ടോക്സ് കുറച്ചുകൂടെ തമാശ ആക്കണം, ഇവർ വല്ലാതെ സീരിയസ് പിടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ വിറ്റോക്സ് കാണുവാണെങ്കിൽ എനിക്കത് തമാശ കാണാനായിട്ടാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇതിനകത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാം നല്ല തമാശയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രൗഡ് വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കിട്ടിയാലും അതിനകത്തും തമാശ അടിക്കണം എന്നുള്ള പ്രഷറുണ്ട്. ആ പ്രഷർ ഞാൻ എടുക്കുന്നതാണ്, ഇഷ്ടപ്പെട്ട് എടുക്കുന്നതാണ്. ചിലപ്പോൾ അടിക്കും മോശം, ഞാൻ അങ്ങനെയാണ്. അനീഷൊക്കെ എങ്ങനെയാണോ അനീഷൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചളിയൊക്കെ പറയണം, സാധാരണ തമാശ പറയണം, സാധാരണ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഞാൻ അതാണ്, എനിക്ക് വേറൊരു സാധനം പിടിക്കാറിഞ്ഞു, ഞാൻ അതുകൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ ബ്രോയ്ക്ക് വിഷമമാണെങ്കിൽ ബ്രോ എന്ത് ചെയ്യണം എന്നുള്ളത് ബ്രോ തീരുമാനിക്കണമല്ലേ, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇനി ശരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നുള്ളത് വേറെ കുറേ പേരോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടില്ല, ആൾക്കാർ പല രീതിയിൽ. ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ ചില നമ്മൾ സീരിയസ് എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫണ്ണാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനത്തെ ഒരു, പക്ഷെ നമ്മുടെ ഓഡിയൻസ് എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡപ്പ് കോമിക്സ് ആയതുകൊണ്ട് നമ്മൾ തമാശ മാത്രം പറയണം എന്ന് വിചാരിക്കുന്നവരല്ല എല്ലാവരും. നമ്മൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ സീരിയസ് ആയിട്ട് തന്നെ കാണുന്ന ആൾക്കാരുണ്ട്. സീരിയസ് ആയിട്ട് ഇതിൻ്റെ അടി വന്നിട്ട് പറയും ഇത് നിങ്ങൾ സംസാരിക്കണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് സീരിയസ് സംസാരിച്ചിട്ട് നിങ്ങൾ ഈ ഫണ്ണ് കൊണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അതുണ്ട്, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഫണ്ണ് കൊണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ രീതിയിൽ പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വിഷയമാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഇവിടെ സീരിയസ് പരിപാടി പോയാലും എനിക്ക് അതിനിടയിൽ ഒരു കോമഡി ട്രാക്ക് പിടിക്കാൻ പറ്റിയാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ രീതിയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതാണ് ആൾക്കാർ ശരിക്കും നമ്മുടെ അല്ല, നമ്മൾ 4 പേര് ഒരുപോലെയാണെങ്കിൽ ഈ പരിപാടി കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അത് രമേശൻ മൊണോട്ടോണസ് ആയി പോകും. അതെനിക്ക് വിഷമമായിട്ടുള്ളത്, അതിന്റെ മൊണോട്ടോണസ് ആയി പോയി എന്ന് രമേശൻ പറയുന്നല്ലേ, നമ്മുടെ പ്രോഗ്രാം മൊണോട്ടോണസ് ആയി പോയത് എന്ന ആൾക്കാർ. അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ 4 ഡിസ്റ്റിങ് സാധനം തന്നെ പിടിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ചിലർ പറയുന്നുണ്ടാവും, ചില ആൾക്കാർ പറയും അനീസ് ഓവറായിട്ട് ഇതിനെ അഡൽട്ട് വൽക്കരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ജോൺ ചുമ്മാ നിന്ന് കഥ തള്ളുവാന്ന് പറയും. സോ ആര് പറഞ്ഞിട്ടോ? അല്ല, നമ്മള് 10K ആയത് അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്, നമ്മൾ 10K ആയത് കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡ് 10K ആയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തു. അതല്ലേ, ഓക്കെ. സോ ആൾക്കാർ പല രീതിയിലാണ്, അപ്പം അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ പുള്ളിക്ക് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്താൽ പുള്ളി ആ രീതി എൻജോയ് ചെയ്തിട്ട് ചില തമാശ വർക്കാവും. നമുക്കറിയാം, ഈവൻ നമ്മൾ സീരിയസ് കാര്യം ചിലത് വർക്കാവും, ചിലത് അട്ടർ ഓടും. നമ്മൾ അതിനുള്ള അറിവും വിവരമൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കുട്ടികളെ പറ്റി പറഞ്ഞൊരു സാധനം, നമ്മൾ സിബ്ലിക്സോടെ ഭാഗമായിട്ട് കുട്ടികളെ പറ്റി ജസ്റ്റ് റാൻഡംലി പറഞ്ഞൊരു സാധനം നമ്മുടെ മാനേജർ മിടുക്കൊണ്ടത് വെട്ടിയെടുത്തിട്ട് ആ ഷോട്ട്സ് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ആൾക്കാരൊന്നും എനിക്ക് ഞാൻ കുട്ടികളെ ഉണ്ടാക്കരുത്, നിന്റെ കുട്ടികളായിരിക്കും അങ്ങനെ, നിനക്ക് തലവേദന എന്നൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കുന്നുണ്ട്, 100-300 കമൻറ്റ് ഉണ്ട്. നമ്മൾ കമൻറ്റ് സാധാരണ എല്ലാം റെസ്പോണ്ട് ചെയ്യുമല്ലോ, ഇത് ആ ഷോർട്സ് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോയിട്ടില്ല. ഒരു 300 കമൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ അടി നടക്കും അതിൻ്റെ താഴെ. അതെ, നമ്മളെ കമൻറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, പുറത്തുനിന്ന് ഒരുപാട് ഫൈറ്റ് വരുന്നുണ്ട്. ഞങ്ങളൊരു വാറിന് തന്നെ തയ്യാറാവണം, നമ്മൾ കേരളം കത്തിക്കണം. ഇത് വളർച്ച കൂടുന്നതനുസരിച്ച് കമൻറ്റ് കൂടുമെന്ന്. സോ നമുക്ക് പോസിറ്റീവ്സ്, വലിയ വലിയ ഫാൻസ് അല്ലെങ്കിൽ വലിയ കാര്യമായി നമ്മളെ പ്രതീക്ഷയോടെ നോക്കുന്ന ആൾക്കാർ. ഹായ്, ഞാൻ മാധവ് രാജേഷാണ്. ഹായ്, ഞാൻ UK ബാച്ചിലേഴ്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു, ബട്ട് കമൻറ്റ് ഇടാൻ മടിയായിരുന്നു. ഞാൻ നിങ്ങളുടെ വളരെ വലിയൊരു വ്യൂവറാണ്. ബിക്കോസ് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ എല്ലാ പോഡ്കാസ്റ്റും 4 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോമിസ്. കാരണം ഞാൻ ജോലിക്കും ജിമ്മിലും ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അത് ജോലിക്ക് പോകുമ്പോഴും ജിമ്മിന് പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒരേ എപ്പിസോഡിനെ പുള്ളി റിപ്പീറ്റ് ചെയ്യുന്നു. നല്ല കരിയർ എങ്ങനെ പോകണോ അല്ലേ? സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞത്. ബിഗ് ഫാൻ ഓഫ് വിറ്റ് ആൻഡ് വിഷിംഗ് യു ഗൈസ് ടു ഹാവ് എ വണ്ടർഫുൾ ജേർണി ഫോർവേഡ്.
ഞാൻ സെയിം കമൻറ്റ് സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ട്, ബട്ട് കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഒരു റിക്വസ്റ്റ്, 2 വീഡിയോ പെർ വീക്ക് ഇട്ടാൽ നല്ലതായിരുന്നു. പുള്ളി 4 തവണ കാണുന്ന കുറയ്ക്കാൻ വേണ്ടിയാണ്. ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടി വരുന്നത്. ആഴ്ച ഒന്നേ ഉള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ഒരു കാര്യം കൂടി, ഇവിടുത്തെ ലൈഫ് അറിയാമല്ലോ, അത്ര സുഖമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോസ്. ലോട്ട്സ് ഓഫ് ലവ്, മാധവ് രാജേഷ്. മാധവ് രാജേഷിന് പ്രത്യേകമായൊരു നന്ദി. ഇത് ദൂരദർശൻ പരിപാടിയിൽ മറ്റേ കത്ത് വായിക്കുന്ന പോലത്തെ ഒരു മാധവ് രാജേഷ് പറഞ്ഞ കാര്യം ഞങ്ങൾ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവാറും അടുത്ത ആഴ്ച തുടങ്ങി വിറ്റോക്സ് 2 വീതം ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത മാസത്തിനുള്ളൂ. നമ്മൾ ഈ മാസം തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട് 2. നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും. ഇടയ്ക്ക് ഒരാൾ കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരന് ഇതിന്റെ മറ്റേ നോട്ടിഫിക്കേഷൻ പോപ്പ് വരുമ്പോഴത്തേക്കും വിറ്റോക്സ് കാണണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ ലെങ്ത് അടിക്കുന്നുണ്ട്. സ്വാഭാവികം. അപ്പൊ ഒരു 45 അരമണിക്കൂർ നല്ലതാണ്. അപ്പൊ അതിന്റെ താഴെ ഒരാളെ കാണിച്ചിട്ടുണ്ട്, ഞാൻ മര്യാദക്ക് ഒരു സാധനം ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഒന്നര മണിക്കൂറാക്കി നമുക്കിത് രണ്ടും സ്നേഹമാണെന്ന് അറിയാം, രണ്ടും 2 രീതിക്കുള്ള സ്നേഹമാണ്. അപ്പം സംഭവം ശരിക്കും നമ്മളൊരു വിഷയം പറഞ്ഞാൽ നമ്മൾ 4 പേരുണ്ട്, നമ്മൾ ഒരാളൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ 40 മിനിറ്റ് ആയി. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു സാധനം ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ കവർ ചെയ്യാറില്ല പല ടോപ്പിക്കിലും. നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ ശരിക്കും ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 2 എപ്പിസോഡ് ആകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 40-45 മിനിറ്റിന്റെ ആക്കാൻ ട്രൈ ചെയ്യും. 1 hour താഴെയുള്ള എപ്പിസോഡ് ആക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഒരാഴ്ച 2 പേരുടെ അഭിപ്രായം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 2 എപ്പിസോഡ് ആകും. സോ ഹോപ്പ് നമുക്ക് ഇങ്ങനെ പോകും നോക്കാം. നമ്മുടെ എഡിറ്റർ ഓൾറെഡി ഭയങ്കര ഹെക്ടിക് വർക്കുള്ള ആളാണ്. അപ്പോൾ അത്രയും എത്തിക്കുമോ നമുക്ക് നോക്കാം. ട്രൈ ചെയ്യുന്നതാണ്. ഗ്രോത്തിന്റെ പാർട്ടായിട്ട് ഒരുപാട് പേര് പറഞ്ഞ സജഷൻസ് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഒരു 2nd എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കറണ്ട് എപ്പിസോഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ വെനസ്ഡേ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ സാധ്യത. അങ്ങനെ ഒരു വെനസ്ഡേ വീക്കെൻഡ് ഒരു സാധനം, അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലുള്ള സാധനം പോലെ നമ്മൾ 4 പേരെയും ഒരാൾ ഡിഫൈൻ തമാശകളിലോട്ട് ഞാൻ ശരിക്കും തമാശക്ക് ഇങ്ങനെ ജെൻസി അമ്മാവെന്നൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. പോയി അവിടെ തമാശ എന്ന് പറഞ്ഞാൽ കേട്ടാ ചിരിക്കാൻ വന്നൊക്കെ തമാശ അത്രേ ഉള്ളൂ. അതായത് നമുക്ക് സംഭവം ചിരിക്കണോണ്ട് നിങ്ങളല്ലേ മോശം, ഞാനാണോ മോശം? ഞാൻ വേറെ നല്ല സർക്കിളിൽ പോയ നല്ല തമാശ പറയും. നമ്മൾ 4 പേർക്കും ഒരാൾ ഡെഫിനിഷൻ ഇടുന്നത് ജോൺ ജോ എല്ലാത്തിനും ഒരു ചിരി കളി ബ്ലാസ്റ്റ്, മഹാദേവൻ ഇൻട്രോവേർട്ട് സീക്രട്ട് സൊസൈറ്റി പ്രസിഡന്റ്, അനീസിക്ക എല്ലാത്തിനും ഒരു എ കിക്ക്, ദീപക് എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ സാഗ്. ഇതിനകത്ത് റിൻഷാദ് ഇല്ല, പാവർ റിൻഷാദിന് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇത് അവൻ ഓൺ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ റിൻഷാദിനെ വിളിക്കുന്ന പേര് റിൻഷാദ് ക്യൂട്ടി. ഞാനിപ്പോഴത് റിൻഷാദ് കൂതി തന്നെ വായിക്കുന്നത്. ഞാനത് CUTA ക്യൂട്ടി എന്ന് വായിച്ചിട്ടില്ല. എനിക്കത് ഇപ്പോഴും സംശയമുണ്ട്. റിൻഷാദ് ക്യൂട്ടി എന്നല്ല അയാൾ എഴുതിയേക്കുന്നത്. നമ്മൾ വേറൊരു സാധനം 2 ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ റിൻഷാദ് തടി കൂട്ടി, തടി മിസ്സായി, റിൻഷാദ് കൂട്ടി. റിൻഷാദ് തടി ചെയ്യുന്നുള്ള ടൈപ്പ് ചെയ്യാൻ മറന്നത്, റിൻഷാദ് തടി കൂട്ടി എന്ന് എഴുതിയേക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ല, ഇതൊരു അമ്മാവൻ ജോക്കാ. ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റിൻഷാദിനെ പറ്റി കമന്റ് ഉണ്ട്. നമ്മൾ 4 പേരുള്ള എപ്പിസോഡിലാണ് വാട്ട് ഐ ഡോണ്ട് ബിലീവ് മൈ ഐസ് ഓൾ 4 of you ടുഗദർ. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത്രയും നാൾ കപ്പൽ മുങ്ങിപ്പോവാതെ താങ്ങി നിർത്തിയ റിൻഷാദ് ഖാനെ കൂട്ടാത്തത് മോശമായി പോയി. മാനേജ് ദിസ് ലവ്. പാർവതി ശുഭകുമാർ. നമുക്ക് അതും ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആദ്യം നമ്മൾ റിൻഷാദ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലർ വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ പുതിയൊരാളെ വെറുതെ അതിനകത്തോട്ട് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോസസീവ്നെസ് അടിക്കുമല്ലോ. പോസസീവ്നെസ് അല്ല, ഒരു സാധനത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ആയി നിൽക്കണ ബാലൻസ് പോകുമ്പോ ഇപ്പൊ പണ്ട് റിയാലിറ്റി ഷോയുടെ ആങ്കർ ഒക്കെ മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പുതിയ പറഞ്ഞ ആളെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ടൈം അത് എല്ലാവരുടെയും കോമൺ പ്രശ്നമാണ്. അപ്പൊ അതുപോലെ പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റെടുത്തു. റിൻഷാദിനെയും ഞങ്ങളെ പോലെ തന്നെ കാണുന്നു. ഞങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ സന്തോഷം. പരിപാടി നിർത്തുന്നതിന് മുമ്പ് എന്റെ ഭാര്യയുടെ കമന്റ് വായിക്കടാ. അയ്യോ ശരിയാണല്ലോ, വളരെ പ്രധാനപ്പെട്ട കമന്റ് വിട്ടു. മഹാദേവനത് വായിച്ചോ? ഇതിന്റെ പശ്ചാത്തലം പറയണം. പശ്ചാത്തലം പറയണം, നല്ലത് വർക്ക് ആവത്തുള്ളൂ. ഒരു ഷോർട്സ് നമ്മൾ പല ഷോർട്സും വൈറലായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ വൈറലാകാത്തൊരു ഷോർട്സിന്റെ അടിയിൽ ഒരു കമന്റ് വന്നു. ഒരേ ഒരു കമന്റ്. ആ ഷോർട്സ് ഇതായിരുന്നു, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ജോൺ 6ഓളം ഫേക്ക് അക്കൗണ്ടുകളുള്ള പല രീതിയിൽ ജോൺ ചേട്ടനെ ഒറ്റയ്ക്കും ഡിഫെൻഡ് ചെയ്യുന്ന, സ്നേഹിക്കുന്ന, ഫാൻസ് സപ്പോർട്ട് അറിയിക്കുന്ന അനു മരിയ അപ്പോൾ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഒരു കമന്റ് ഇടണമെങ്കിൽ
അത് എത്രത്തോളം ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജോൺ ചേട്ടനും അനുമരിയപ്പോഴും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്ര സുഖകരമായി പോകുന്നത് ഇവർ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ടും അവരിടയ്ക്കിടയ്ക്ക് മാത്രം മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും അഭിപ്രായപ്പെട്ടു. അതിനിടയിൽ ഞങ്ങൾ ഒരുമിരിക്കാം. അതിന്റെ ഭാഗ്യം ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞ ആ കമന്റിനെ ജോൺ ജോണ്ടാണെന്ന് തലയാട്ടി സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചിട്ടില്ല. അന്ന് ജോണത് സമ്മതിച്ചു. അതിന് ശേഷം ഷോർട്സ് ആക്കിയപ്പോ അല്ലല്ല അന്ന് അവൾ എന്നെ വിളിച്ച് പ്രതികരിച്ചു. ഇതിന് മറ്റേതോടെ പറ. അതിനുശേഷം പ്രതികരിച്ചപ്പോ ജോൺ ജോ പറഞ്ഞ മറുപടി അവന്മാരെന്നെ അതൊന്നും പറയാൻ സമ്മതിച്ചില്ല. ഇന്നേ വരെ വിട്ടോക്സിൽ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാത്ത ആൾക്കാരല്ല നമ്മൾ അല്ലേ. അങ്ങനെ ജോൺ ജോയ്ക്ക് സംസാരിക്കാതിരിക്കേണ്ടി വന്നിട്ടില്ല. ജോൺ ജോടാ അതുകൊണ്ട് 2 സമയം നമ്മൾ ഉണ്ടായിരിക്കും. ജോൺ ജോയുടെ അഭിപ്രായം കേൾക്കും. അവിടെ ജോൺ ജോ ഒരു സാധനം പറഞ്ഞിട്ടില്ല, പക്ഷെ ജോൺ ജോ നമ്മുടെ തലയ്ക്ക് ഇത് അടിച്ചു. ഇതിൽ ശോഭിതയായ അനുവരിയപ്പോൾ പറഞ്ഞു ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് യു. എന്തിനും നമ്മുടെ ഇംഗ്ലീഷ് എന്തിനും അതെന്ത് കാര്യത്തിന് അതറിയില്ലേ പെണ്ണുങ്ങൾ ദേഷ്യം വന്ന ഇംഗ്ലീഷിലേ സംസാരിക്കും. ശരിക്കുള്ള ദേഷ്യം. ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് യു ആർ നോട്ട് അലോയിങ് ജോൺ ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. എപ്പോ അതൊക്കെ അങ്ങനെ തന്നെ. ആൻഡ് ആർ പാസിംഗ് ജഡ്ജ്മെന്റ്സ് ഇൻസ്റ്റഡ്. അത് വേറെ കാര്യം. നിങ്ങൾക്കൊക്കെ എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഇവിടെ പെണ്ണുങ്ങളെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് നമ്മള് കല്യാണം കഴിച്ച് നമ്മള് റിലേഷൻഷിപ്പിലായിട്ടുണ്ട്. ജോണിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ മാധവ? അതെ എന്തുകൊണ്ട് വായിക്കിനി എന്റെ 38 വർഷത്തെ കരിയറില് അപ്പം I strongly disagree with you. You are not allowing John to express his opinion and are passing judgments instead. He has the right to speak on this matter. How do you know what he thinks? ? പറ ജോൺ. ഈ തരുണത്തിൽ ജോൺ അത് പറ. വാട്ട് യു തിങ്ക്? ഞാനും എന്റെ ഭാര്യയും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് അല്ല കഴിഞ്ഞിട്ടില്ല. ആസ് ഫോർ അനീസിക്ക perhaps you should experience marriage yourself before commenting. എന്നിട്ട് വെറുതെ ഒരു ചിരി പ്രശ്നമില്ലെന്നാണ്. ആൻഡ് ദേവൻ ഐ എം നോട്ട് കൗണ്ടിങ് ഓൺ ഹിം അറ്റ് ഓൾ. ഹി സ്റ്റിൽ ഹാസ് ടൈം. ഓക്കെ വിറ്റോക്സ് ഫാൻ ഗേൾ ഓൾവേസ്. അല്ല ജോൺ ജോ ഫാൻ ഗേൾ ഓൾവേസ്. നമ്മൾ ഇത് വിറ്റോക്സ് ഫാൻ ഗേൾ അല്ല. വിറ്റോക്സ് ഫാൻ ഗേൾ. ഞാനും എന്റെ ഭാര്യയും ലോങ് ഡിസ്റ്റൻസിൽ ആയിട്ട് ഇപ്പൊ 1 വർഷം 1.5 വർഷമാവണേ ഉള്ളൂ. അല്ല 1 വർഷമായിട്ടുള്ളൂ. 3ാമത്തെ വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന കാലവും വളരെ 2 വർഷവും 6 മാസമായോ അല്ലെ? 2.5 വർഷം 3 വർഷം ആയിട്ടില്ല. എത്ര മാസം താമസിച്ചിട്ടുണ്ട്? ഞാൻ ചെറുപ്പളശ്ശേരിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലല്ലായിരുന്നേ. അപ്പൊ പകുതി സമയത്ത് ഇവിടെ അപ്പോഴും ജോൺസൺ അപ്പൊ പകുതി സമയത്ത് ഞങ്ങളുടെ അല്ല പകുതി സമയമൊന്നുമില്ല, കുറെ നാൾ ഒരുമിച്ച് തന്നെയാണ്. നമുക്ക് അത് അങ്ങനെ അത്ര നമുക്ക് കണക്കെടുക്കണം. ജോണും ഭാര്യ ഒന്നിച്ച് എത്ര ദിവസമുണ്ട്. വീടിന്റെ അവള് തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചല്ലേ. അതൊക്കെ എണ്ണി എടുക്കുക. അതിന്റെ മകാദേവ ഇതൊക്കെ എണ്ണി എടുത്ത എത്ര ഇത്രേ കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചില്ലേ. ഇവരുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഹണിമൂൺ പീരീഡ്. ഹണിമൂൺ പീരീഡ് നമ്മളെ കൂട്ടത്തില്ല. ആദ്യത്തെ ഹണിമൂൺ പീരീഡ് എല്ലാവരും ഞങ്ങള് പ്രേമിച്ച് നടന്നപ്പോ തന്നെ ഏകദേശം ഹണിമൂൺ പീരീഡ് 1 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ അങ്ങനൊന്നും അല്ല ഹണിമൂൺ പീരീഡ്. ഹണിമൂൺ തുടങ്ങിയിട്ട് 1 കൊല്ലം. അങ്ങനെയല്ല, ഇതൊരു വേറൊരു വൈബ്. ഇത് വേറൊരു സാധനമാണിത്. വേറെ മെത്തേഡാണ്. സർവം ശിവമയം. ജോൺ പറയാനുള്ള നമ്മൾ കേൾക്കാം. ജോൺ പറഞ്ഞു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രണയബന്ധത്തെ നിങ്ങൾ അകലിൽ നിന്ന് വീക്ഷിച്ച് കാണുന്നവർ അതിനെക്കുറിച്ച് ആധികാരികമായ ഇത്തരം കമന്റുകളിലേക്ക് എത്തിച്ചേരരുത്, കൺക്ലൂഷനുകളിലേക്ക് എത്തിച്ചേരരുത്. വളരെ മനോഹരവും വളരെ പവിത്രവുമായ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പ്രണയബന്ധത്തെ നിങ്ങൾ കേവലവൽക്കരിക്കരുത്. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു പറയാം. കഴിഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞ ജോണിന്റെയും ഭാര്യയുടെയും റിലേഷൻ മോശമാണ്. എക്സ്പ്ലെയിൻ നമ്മുടെ അഭിപ്രായത്തിൽ മാറ്റമില്ല. പിന്നെ പറഞ്ഞ കാര്യത്തിൽ കല്യാണം കഴിക്കണമെന്നില്ല. നമ്മൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയല്ലേ. നമുക്ക് കല്യാണം കഴിക്കാതെ എക്സ്പീരിയൻസ് ഉള്ളത്. എന്റെ 38 വർഷത്തെ കരിയറിന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. മാധവൻ നമ്മൾ ഡെയിലി ഗേൾഫ്രണ്ട് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഒരുപാട് ദിവസം നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊക്കെ രസലുകൾ വരും. ഒരസലുകൾ എല്ലായിടത്തും വരും. അത് പിന്നെ കൂടും, പ്രശ്നമാവും, സ്റ്റോക്ക് ചെയ്ത് വെക്കണ വിഷയമാവും. പിന്നെ ഒരു സംസാരത്തിൽ അത് പൊട്ടി വേറെ നടക്കും. അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നതായിരിക്കും. 2 വർഷം ഇവർ ഒരുമിച്ച് നിൽക്കട്ടെ. ഇവര് 2 വർഷം ഒരുമിച്ച് നിൽക്കട്ടെ.
തലയിൽ ഫോൾഡറിൽ മാറ്റിയിട്ട് എന്റെ ഭാര്യ പഠിച്ചു കഴിയൂല അത് കാരണം ഒരുമിച്ച് നിൽക്കലൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മള് ചുമ്മാ തമാശ ഇട്ടിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ് ശരിക്കും, അതുകൊണ്ടാണ് ഇവർ മര്യാദയ്ക്ക് നിൽക്കുന്നത്. അത് മെയിൻ കേസ്. അതിപ്പോ അടി ഉണ്ടാക്കേണ്ടവരാണല്ലോ ചൊറിയാനാണെങ്കിൽ ഇതൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ എന്നെ പണ്ടേക്ക് പണ്ടേ വലിയ പരിപാടിയില്ല മറ്റേ പുള്ളി കണ്ടിട്ട് നിങ്ങൾക്ക് നാലുപേർക്ക് ഒരു പണിയില്ല എന്നിട്ട് ഒരുമിച്ചിരിക്കത്തില്ല. അങ്ങനെയൊക്കെ പറയാം, എന്ത് കാര്യത്തിനുണ്ടോ നിൽക്കണേന്നൊക്കെ. അത് വെച്ചാൽ നല്ല കമന്റ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ട്രോളിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോ കറക്റ്റ് കാര്യം. അപ്പൊ അതുപോലെ വേണം പുള്ളിക്കാരിക്ക് വാശി പിടിച്ചൊക്കെ വേണം വഴക്കുണ്ടാക്കാമല്ലോ. അല്ലെ ജോൺ വരണില്ല, അല്ലെ നിനക്ക് അവിടെ നിന്നൂടെ, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ എന്ന് തീരും പഠിച്ച്. പക്ഷെ ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അല്ലെ തന്നെ ഇവര് എന്തോ 30 വയസ്സ് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങി. അല്ല ബേസിക്കലി ഇവർ രണ്ടുപേരും അടിപൊളി ആയതുകൊണ്ടാണ് ഇത് അടിപൊളിയായിട്ട് തന്നെ പോണേ. നമ്മൾ പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ അകന്നോട് നിൽക്കണാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോണേ. കാരണം അത്രയും ലാഗ് അടിച്ചതിന് ശേഷം തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ്. നിങ്ങൾക്ക് മാസത്തിൽ ഒരു 4-5 തവണ ഭയങ്കരമായ സ്നേഹം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ വിട്ട് നിന്ന് പിന്നെ കാണുന്നു അല്ലെ പറ്റുന്ന മാക്സിമം വിചാരിക്കണ അത്രയും ദിവസം അതിൽ നിൽക്കാൻ പറ്റാറില്ലല്ലോ. അതിന്റെ ഒരു ബ്യൂട്ടിയാണ്, അതിന്റെ ഒരു ബ്യൂട്ടിയാണ് ഇതിലുള്ളതെന്നാണ് നമ്മൾ ഒരു നൂറ്റാണ്ടുകളോളം ഒരുമിച്ച് വാഴട്ടെ എന്ന് ആശംസിച്ചു. ഒരു എപ്പിസോഡിൽ അവളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം. ലൈവ് അടി നടക്കും. അതെ, അതുകൊണ്ട് ഞാൻ പ്രോഗ്രസീവ് ആണല്ലോ. ഞാൻ ഔദ്യോഗികമായി അനുസരിച്ചോട് മാഫിയായി. അമ്മാവനായിരിക്കും പക്ഷെ തമാശ അടിക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് നല്ല ഫണ്ണി കമന്റ്സ് കുറച്ച് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ട്രോളിക്കോളും ഊക്കിമരത്തിൽ കെട്ടിക്കോളും, നമുക്കത് വായിക്കാം. ആദ്യത്തെ 10 മിനിറ്റ് നല്ല ക്രിയേറ്റീവ് കമന്റ്സ് വരട്ടെ, നമുക്ക് വായിക്കാം. ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഉറങ്ങി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് സൂപ്പർ താങ്ക്സ് വരട്ടെ $100. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.